തുടങ്ങിയാൽ ഒന്ന് വീഴണം. അടിച്ചിട്ടേ എടുക്കുള്ളൂ. ഇനി ഒന്നുമല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് എനിക്ക് വീഴാനറിയില്ലെന്ന് പറയല്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയല്ലേ എന്ത് സ്വാമി, ഒന്ന് വീഴാൻ പോലും അറിയില്ല ഒരു സ്വാമി എന്ന് പറയല്ലേ. സ്വാമി വേണ്ടി ചിരിക്കുക. ഏതാ ഏതാ ഞാനങ്ങനെ പറഞ്ഞായിരുന്നോ? അത് നിങ്ങൾ വീഴുമ്പോ ഞാൻ ചിരിക്കുന്ന കാര്യല്ലേ പറഞ്ഞേ. ഞാൻ സ്റ്റക്കായില്ല, വീഴാൻ പോവാന്ന് മനസ്സിലായി, പിന്നെ അതിനെ വീഴാൻ വിടുക. അടിതെറ്റിയില്ല, അടിതെറ്റിയില്ല, തെറ്റാതെ വിടും. ആനയോടൊക്കെ ഉപമിക്കണം. അറിയോ? അപ്പോ അടുത്ത ഭാഗം ദേഹാത്മനിരാസമാണ്. നമ്മള് ഏതൊരു രാജയോഗത്തിലേക്കാണോ എത്തേണ്ടത് അതിനെ ആസ്പദമാക്കി അപരോക്ഷാനുഭൂതിയെ കണ്ടിട്ട് അത് എങ്ങനെ സാധനാചതുഷ്ടയ സമ്പന്നനായിത്തീരാം, ആ സാധനാചതുഷ്ടയ സമ്പത്തി നേടി വിചാരം ചെയ്ത് ആ വിചാരം വഴിയായി ആത്മാനാത്മ വിവേകം ഉദിച്ച് ജ്ഞാനസ്വരൂപം അറിഞ്ഞ് എങ്ങനെ ആത്മാവിനെയും ദേഹത്തെയും, ദേഹ ആത്മനിരാസം, ഇതിലേറ്റവും പ്രത്യേകതയുള്ള നമ്മളിത് പഠിച്ചു ചെല്ലുന്നത് പ്രാരബ്ധത്തെ വരെ നിഷേധിക്കുന്നതിലേക്കാണ്. എത്ര ശക്തമായൊരു കൃതിയാണിത്. ഇതില് ശരീരത്തിൽ ഏതൊരുവനാണോ പുരുഷൻ എന്ന നിലയിൽ, എന്ന പേരോടുകൂടി ദേഹത്തിൽ നിന്ന് അതീതമായി ഒരു കാലത്തും നശിക്കാതെയിരിക്കുന്ന ആത്മാവിനെ അതില്ല എന്ന് പറയുന്നത്, ആത്മാവെന്നൊന്നില്ല എന്ന് പറയുന്നത്, അവരാണ് മൂർഖന്മാർ. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ദേഹാത്മവാദത്തെ നിരസിക്കുകയാണ്. ദേഹം തന്നെയാണ് ആത്മാവ്, ദേഹഭിന്നനായി ഒരാത്മാവില്ല. ബുദ്ധമതത്തിന്റെ ഒരു ശാഖയാണ് ഈ വാദം. ബുദ്ധമതത്തിൽ അനേക ശാഖകളുണ്ട്. ബുദ്ധമതമാണ് ഈ വാദമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഭാരതീയ ദർശനങ്ങൾക്കുള്ളതുപോലെ പഠിച്ചു വരുമ്പോൾ അനേക ശാഖകളുണ്ട്. ശാങ്കര ദർശനത്തിനും ശാഖകളുണ്ട്. അതുകൊണ്ടാണ് ഭാമതി വിവരണ സ്കൂളുകളൊക്കെ വ്യത്യസ്തങ്ങളായത്. ബിംബ പ്രതിബിംബവാദം, അവച്ഛേദവാദം മുതലായവയൊക്കെ രൂപാന്തരപ്പെട്ടതും അതുകൊണ്ടാണ്. അതുകൊണ്ട് ഏതൊന്ന് പഠിച്ചാലും പഠിപ്പിച്ചാലും അതിൽ നിന്ന് പുതിയ പുതിയ വാദങ്ങൾ രൂപാന്തരപ്പെട്ടു വരും. മനുഷ്യന്റെ വാസനകൾ ഭിന്നമായിരിക്കുന്നിടത്തോളം അനേക വാദമുഖങ്ങൾ ജീവിതത്തിലുണ്ടാവും.
കാരണം ഒരു കാര്യം രണ്ടുപേർ ഒരുപോലെ കാണില്ല. അങ്ങനെയാണ് ലോകം. അങ്ങനെയാണ് എന്ന് വാസനയെക്കുറിച്ചറിയുക. ആത്മാവ് ഏകമാണെന്ന് ആത്മാവിനെ കുറിച്ചും അറിയാം. എപ്പോൾ ചുറ്റുപാടുകളെ അനിത്യമായ ലോകത്തെ കാണുന്നു, അത് കാണുന്നവന്റെ വാസനയ്ക്കനുസരിച്ച് ഭിന്നമായി കാണും. എത്ര ശാസ്ത്രം പഠിച്ചാലും അതൊരുപോലെ കാണിക്കാൻ പറ്റില്ല. അതാദ്യം ഉറയ്ക്കുക. 2, ആത്മാവ് അത് ഏകമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയണ്ട. കാരണം വാസന അതിൽ കയറ്റിവെക്കണ്ട. ഇത്രയായാൽ എളുപ്പമായി. ഇനി നമുക്ക് നോക്കാം. ദേഹാത്മവാദത്തിന്റെ നിരാസമാണ്. സ്വദേഹേ ശോഭനം സന്തം പുരുഷാഖ്യം ച സമ്മതം കിം മൂർഖശൂന്യമാത്മാനം ദേഹാതീതം കരോഷി ഭോം. അത് ഓരോന്നോരോന്നായിട്ട് തന്നെ എടുത്തേക്കാം. അതാണ് എളുപ്പമുള്ളത്. സ്വദേഹേ ശോഭനം സന്തം പുരുഷാഖ്യം ച സമ്മതം കിം മൂർഖശൂന്യമാത്മാനം ദേഹാതീതം കരോഷി ഭോം. ഹേ മൂർഖ, കിം മൂർഖ അല്ലയോ മൂഢ, തന്റെ ശരീരത്തിൽ സ്വദേഹേ ശോഭനം സന്തം പുരുഷാഖ്യം, തന്റെ ശരീരത്തിൽ പുരുഷൻ എന്ന് പേരോടുകൂടി, പുരുഷ ആഖ്യയോടുകൂടി എന്ന പേരോടുകൂടി വേദം തന്നെ, ശ്രുതി തന്നെ പുരുഷൻ എന്ന് പറഞ്ഞ് ദേഹത്തിൽ നിന്ന് അതീതമായി ഒരു കാലത്തും നാശമില്ലാത്തവനായി മംഗലമായി ആത്മാവ് ഉണ്ടായിരിക്കെ അതില്ല, ശൂന്യമാണ് എന്ന് ആരാണ് പറയുക? എന്ന് ആക്കുന്നത് എന്തിനാണ്? ഇത് ശൂന്യമാണെന്ന് നിശ്ചയിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അങ്ങനെ വിചാരിക്കുന്നവൻ മൂർഖനാണെന്ന് സാരവും. കാരണം ശ്രുതി ആമൂലാഗ്രം പുരുഷനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഈ പുരുഷൻ എന്ന് പറയുമ്പോൾ ചെറിയ ഒരു പ്രത്യേകതയുണ്ട്. ഭാരതീയ ദർശനം പോകുന്ന വഴി പരിശോധിച്ചാൽ, ഒന്ന് സമഷ്ടി കാലത്തെ നിർണയിക്കുന്ന കാലപുരുഷൻ, അത് 3ആയി പിരിയും. ശുദ്ധം, മുക്തം, ബുദ്ധം എന്ന് പറയാവുന്ന ബ്രഹ്മം കാലത്താൽ സംജ്ഞിതമായി കാലപുരുഷൻ എന്നറിയപ്പെടും. ആ കാലപുരുഷന്റെ മിഴീണയൊന്ന് ചലിച്ചാൽ എത്ര സമയമുണ്ടോ അത്രയും സമയമാണ് ഒരു ബ്രഹ്മാവിന്റെ ആകെ ആയുർദൈർഘ്യം. കാലനിർണയം അവിടെ മുതലായി ചെയ്യുന്ന പ്രാചീന കാലനിർണയം. ഇത് ഞാൻ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ പറഞ്ഞതാണ്. ആ ബ്രഹ്മാവിന്റെ 100 വർഷമുള്ള ആയുസ്സിന്റെ 100-1 ഒരു ബ്രഹ്മവർഷം. അതിന്റെ 365-1 ബ്രഹ്മാവിന്റെ ഒരു രാവും പകലും ചേർന്നത്. അതിലെ ഒരു പകൽ 71 ചതുർയുഗം ചേർന്നു വരുന്ന ഒരു മന്വന്തരം വെച്ച 14 മന്വന്തരങ്ങൾ ചേർന്നതാണ്.
അത്രയും രാത്രിയും. ഇതാണ് പഴയ കണക്ക്. ഈ കാലപുരുഷൻ തന്നെയാണ് 3 കാലങ്ങളായി പിരിയുന്നത്. ഒന്ന് സ്വപ്ന സുഷുപ്തി, 2 സ്വപ്നം, 3 ജാഗ്രത. സമഷ്ടിയിൽ അത് നേരത്തെ ഞാൻ പറഞ്ഞു തോന്നുന്നു, ഈശ്വരൻ, ഹിരണ്യഗർഭൻ, വിരാട്. വിരാട് എന്ന് പറയുന്നത് മൂർത്തീകരിച്ച സമുദായമാണ്. ജീവസഞ്ചയം മൊത്തം മൂർത്തീകരിച്ച ഒരാളായി നിന്നാൽ അതാണ് വിരാട്. ആ വിരാട് സങ്കല്പത്തെയാണ് പുരുഷാഖ്യമായി വേദങ്ങൾ പറയുന്നത്. ഒരു പക്ഷേ വൈദിക സംസ്കൃതി ലോകത്തിന് നൽകുന്ന ഏറ്റവും മനോഹരമായ ആശയമാണ് പുരുഷസൂക്തം. പുരുഷസൂക്തം ഇതാണ്: മൂർത്തീകരിച്ച സമൂഹം. അതിൽ വർണ്ണവും ആശ്രമവും എല്ലാം ചേർന്ന് ചെല്ലും. മൂർത്തീകരിച്ച സമൂഹമായ പുരുഷന്റെ മുഖം, വായ. മുഖമെന്ന് പറഞ്ഞാൽ ഇത് മൊത്തമല്ല, തലയല്ല, ശബ്ദമായി രൂപാന്തരപ്പെടുന്നത് അത് ബ്രാഹ്മണൻ തന്നെ. മൂർത്തീകരിച്ച സമുദായ പുരുഷന്റെ ഭുജം ക്ഷത്രിയനാണ്. മൂർത്തീകരിച്ച സമുദായ പുരുഷന്റെ ഊരു, തുടയല്ല, ഉദരയന്ത്രം. തുടയെന്നായിരിക്കും മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവുക. ഉദരയന്ത്രം അത് വൈശ്യനാണ്. മൂർത്തീകരിച്ച സമുദായ പുരുഷന്റെ പാദങ്ങൾ ശൂദ്രനുമാണ്. ഇതിലേതെങ്കിലും ഒന്ന് ചേരുന്നില്ലെങ്കിൽ വികലമാണ്. എല്ലാം ചേർന്നാൽ സകലമാണ്. ഇതിലൊന്നും അപ്രധാനമല്ല. ഇങ്ങനെയാണ് കൺസെപ്റ്റ്. ഇങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക എന്നറിയില്ല. അത്ര മനോഹരമായൊരു കവിതയാണ്. ആ പുരുഷാഖ്യമായി അകത്തും പുറത്തും ഈശ്വരനെ അറിയുമ്പോൾ, ബ്രഹ്മത്തെ അറിയുമ്പോൾ, വൈദികി ശ്രുതി പുരുഷാഖ്യമായി തന്റെ ശരീരത്തിലും സമഷ്ടി ശരീരത്തിലും പറയുമ്പോൾ ആ ഒരു കാലത്തും നാശമില്ലാതെ ഇരിക്കുന്ന ആത്മാവിനെ ഇല്ലാത്തതാണ് ശൂന്യമെന്ന്, ശൂന്യമാണ് എന്ന്, ഹേ മൂർഖ, നീ അങ്ങനെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദ്യം. ഉണ്ടെന്ന് വ്യക്തമായിരിക്കെ, അനുഭവമായിരിക്കെ, അപരോക്ഷമായിരിക്കെ. ഇതാണ് ശൂന്യവാദത്തിനുള്ള ആദ്യത്തെ മറുപടി. 2, സ്വാത്മാനം ശൃണുമൂർഖ. സ്വാത്മാനം ശൃണുമൂർഖ ത്വം ശ്രുത്യാ യുക്ത്യാ ച പൂരുഷം. സ്വാത്മാനം ശൃണുമൂർഖത്വം ശ്രുത്യാ യുക്ത്യാ ച പൂരുഷം. ദേഹാതീതം സദാകാരം സുദുർദശം ഭവാദൃശൈഃ.
സ്വാത്മാനം ശൃണുമൂർഖത്വം ശ്രുത്യാ യുക്ത്യാ ച പൂരുഷം ദേഹാതീതം സദാകാരം സുദുർദർശം ഭവാദൃശൈഃ. എടോ മൂർഖ, അറിവില്ലാത്തവനെ, നിന്നെപ്പോലെയുള്ളവർക്ക് ത്വം ശ്രുത്യാ യുക്ത്യാ ച പുരുഷം, കാണാൻ വളരെ പ്രയാസമായിട്ടുള്ളതും ദേഹത്തിൽ നിന്ന് അപ്പുറമിരിക്കുന്നവനും സാക്ഷാൽ ബോധം തന്നെയാകുന്ന രൂപത്തോടു കൂടിയവനുമായ പുരുഷൻ എന്ന നിന്റെ സ്വന്തം ആത്മാവിനെപ്പറ്റി ശ്രുതി അനുസരിച്ചും യുക്തി അനുസരിച്ചും നീ കേട്ടാലും. ഇനി ആദ്യത്തത് പറയാൻ പോകുന്ന വിഷയം നിനക്കറിയാത്തത് കൊണ്ടില്ല എന്ന് പറഞ്ഞവനാണ് നീ. രണ്ടാമത്തെ ശ്ലോകത്തിൽ നിന്നെപ്പോലുള്ള മൂഢന്മാർക്ക് പോലും കാണാൻ വളരെ പ്രയാസമുള്ള ദേഹത്തിൽ നിന്ന് അപ്പുറമിരിക്കുന്ന സാക്ഷാൽ ആത്മാവിനെ, ആ പുരുഷനെ, നിന്റെ സ്വന്തം ആത്മാവിനെ ശ്രുതിയും യുക്തിയും എങ്ങനെ പറയുന്നുവെന്ന് നീ ഒന്ന് കേട്ടു നോക്കണം. കേട്ടിട്ട് നീ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കും. ആത്മസ്വരൂപത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ വർണ്ണിച്ചിട്ട് അതിനെ നിഷേധിക്കുന്നവർക്കു വേണ്ടി, എന്തുകൊണ്ടാണ് അവർ നിഷേധിക്കുന്നത്? ദേഹത്തിലുള്ള അത്യാസക്തി കൊണ്ട്. അതാണ് കാരണം. ദേഹത്തിൽ ആസക്തി വരുമ്പോൾ ആത്മാവുണ്ടെന്നറിഞ്ഞാൽ അനുഭവങ്ങളുടെ ചാരുത ദേഹത്തോട് ചേർത്തുള്ളത് കുറഞ്ഞു വരും. ശരിയായ ആത്മബോധം വന്നാൽ വിഷയലോകങ്ങൾ അറ്റുപോകും. ശരിക്കുള്ള തലം വരെ എത്താത്ത ഉപാസനാകാണ്ഡത്തിലുള്ള ഉപാസനകളെ സ്വീകരിച്ചാൽ, അതിനോട് നീതി പുലർത്തി സ്വീകരിച്ചാൽ, സത്യം, ധർമ്മം, ദയ, അപരിഗ്രഹം മുതലായവയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ലൗകിക ദേഹ പരങ്ങളായിരിക്കുന്ന ആഗ്രഹങ്ങളും പ്രവർത്തനങ്ങളും കുറഞ്ഞു വരും. മറ്റതില്ലാതാകും, ഇത് കുറഞ്ഞു വരും. കുറഞ്ഞു വരുമ്പോൾ ദേഹം തപിക്കും. ശീലങ്ങളെ നിയന്ത്രിക്കാൻ നിർത്തുമ്പോൾ ശീലങ്ങളെല്ലാം തപിക്കും. ഒന്നുകിൽ ശീലം ഈ ആത്മബോധമെന്നു പറയുന്നത് മറ്റുള്ളവർ പറയുന്നതിനെ വേറൊരു തരത്തിൽ തന്റെ ലൗകിക ഉപഭോഗങ്ങൾക്കു വേണ്ടി വേറിട്ടുപയോഗിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കും. ഉപയോഗിച്ചാൽ സ്വയം നിന്ദ്യനാവും. സ്വയം നിന്ദ്യനാകുമ്പോൾ അന്യർ നിന്ദിക്കുന്നുവോ എന്ന് സംശയിക്കും. സംശയങ്ങൾ അന്യരോട് പറയുമ്പോൾ അന്യർ നിന്ദിക്കാൻ തുടങ്ങും. അവസാനം അന്യരുടെ നിന്ദയ്ക്ക് പാത്രമാവും. പടി മനസ്സിലായോ എന്നറിയില്ല. ഇതാണ് ഇതിന്റെ പടി. അതുകൊണ്ടാണ് ഈ വഴി വളരെ ക്ലിഷ്ടമാണ്. ദേഹത്തിൽ ആസക്തി പൂണ്ട് അജ്ഞാനിയായി ദേഹം മാത്രമാണ് സത്യം. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോ ആത്മാവ്, ഈശ്വരൻ, വേദം ഇവയൊക്കെ
തന്റെ ഏഷണാത്രയങ്ങൾക്ക് ഉപയുക്തമാക്കുവാൻ പറ്റുമോ എന്ന് മെല്ലെ ചിന്തിക്കും. കാരണം പ്രബലമായ ദേഹാത്മബുദ്ധി വെച്ച് അതിനനുഗുണമായി ഇതിനെ ഉപയോഗിക്കുമ്പോൾ എന്റെ ദേഹാത്മബുദ്ധി സത്യമാണെന്ന് ഞാൻ കരുതുന്നു എന്നും അതിനെ ഇല്ലാതാക്കുന്നു എന്ന് പറയുന്ന വൈദികിയെയും അതിനുള്ള യുക്തികളെയും എല്ലാം ഞാൻ ലൗകികമായി ഉപയോഗിക്കുന്നുവെന്ന് ഞാൻ അറിയും. മനസ്സിലായില്ല? എന്റെ അബോധത്തിലേക്ക് ഞാൻ ഉപയോഗിക്കുന്ന വസ്തുവിലെ അറിവ് ഞാൻ അറിയാതെ കടന്നു ചെല്ലുകയും ചെയ്യും. കളി പിടികിട്ടിയോന്നറിയില്ല. മനസ്സിലായില്ല? വേദം എടുത്ത് വായിക്കുകയാണ്. ഒരു തൊഴിലെന്ന നിലയിലാണ് വായിക്കുന്നത്. 10 രൂപ കിട്ടും, അതിനുവേണ്ടി വായിക്കുക. അല്ല അതിലെ പോലെ ജീവിക്കാനൊന്നും വേണ്ടി വായിക്കുകയല്ല. നാമം ജപിക്കുകയാണ്. ഉച്ചത്തെ ഊണ് തരമാകാൻ നാമം ജപിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഉപാസനാകാന്ഡങ്ങളിൽപ്പെട്ട് വേദവൈദിക വൃത്തികളെയെല്ലാം ഉപയോഗിക്കുമ്പോൾ ഒരു തൊഴിൽ പോലെ എന്നും ചെയ്യണ്ടേ? ചോദ്യം മനസ്സിലായില്ല. എന്നും ചെയ്യുമ്പോൾ ബോധത്തിൽ ഇതെനിക്ക് തൊഴിലാണെന്നും ബോധത്തിൽ എനിക്കിത് കൂടിയേ തീരുവെന്നും ഇതാണ് എൻ്റെ ജീവിതമാർഗമെന്നും കൃത്യമായി തീരുമാനിച്ചിട്ടുള്ളതുകൊണ്ട് എൻ്റെ പുറത്തേക്ക് വരുന്ന ബോധത്തിൽ ഒരിടത്തു പോലും ഇതെന്നെ മാറ്റൂല. അഗ്രി? സമ്മതമായി? ഇത് ഞാൻ അറിയാതെ എൻ്റെ അബോധത്തെ ശബ്ദതന്മാത്രകളിലൂടെ കുറെ മാറ്റും. അർത്ഥമല്ല. ശബ്ദം ആകാശത്തെ മാറ്റിമറിക്കുന്നതാണ്. അതുകൊണ്ട് വൈദികങ്ങളായ ഒരു സ്തുതിയോ ശ്രുതിയിലെ ഒരു വചനമോ അർത്ഥം അറിയണമെന്നില്ല. കാരണം അത് ശിക്ഷാശാസ്ത്രമുണ്ട്. അതില് വർണ്ണം, സ്വരം, മാത്ര. ഇരുപത് ഫ്രീക്വൻസിയിൽ കുറഞ്ഞ ഒരു ഓർഗൻ പൈപ്പ് വായിച്ചാൽ ഇതെല്ലാം തകിടം മറിയുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. എന്ന് പറയുന്നത് പോലെ അനുസ്വാരം, വിസർഗം തുടങ്ങിയവ, അതുപോലെ തന്നെ ഉദാത്തം, അനുദാത്തം, സ്വരിതം തുടങ്ങിയവ, അതുപോലെ തന്നെ അനുനാസികം, അനനുനാസികം തുടങ്ങിയവ, ഹ്രസ്വം, ദീർഘം, പ്ലുതം തുടങ്ങിയവ, ഈ ഭേദങ്ങളൊക്കെയുണ്ട്. ഉച്ചത്തിൽ ഉച്ചരിക്കുന്ന ഉദാത്തവും സമാഹാര സ്വരിതവും നീചമായ അനുദാത്തവും, അതിൽ അനുനാസിക അനനുനാസികങ്ങളും ഹ്രസ്വദീർഘപ്ലുതങ്ങളും ചേർന്ന് 18 തരത്തിലും ചിലതിൽ ചില അഭാവങ്ങൾ കൊണ്ട് 12 തരത്തിലുമൊക്കെയുള്ള ഉച്ചാരണങ്ങളുണ്ട്. മനസ്സിലായില്ല? അപ്പൊ ശബ്ദശാസ്ത്രത്തിന്റെ ഈ തലത്തിലൂടെ ഉച്ചരിക്കുമ്പോൾ ആ ശിക്ഷാശാസ്ത്രമനുസരിച്ച് ഉച്ചരിക്കുന്ന വേളയിൽ തൊഴിലായി ഉച്ചരിച്ചാലും ഇവന്റെ കോശവ്യാപാരങ്ങളിലും ഹൃദയാന്തർഭാഗത്തും ദഹരാകാശത്തിലും ഒക്കെ ഇവൻ അറിയാതെ പരിണാമം വരും. മനസ്സിലായില്ല? അങ്ങനെ പരിണാമം സംഭവിക്കുമ്പോൾ അറിയാതെ സംഭവിച്ച പരിണാമത്തിൽ അദൃശ്യമായിരിക്കുന്ന ബോധവും തൊഴിലെന്ന നിലയിൽ ചെയ്യുന്ന ദൃശ്യമായ ബോധവും സംഘർഷത്തിനിടയാക്കും. പണി മനസ്സിലായോ എന്നറിയില്ല. ഇവനെ പുച്ഛിക്കാൻ തുടങ്ങും.
ഇവനോടുള്ള പുച്ഛം, തൊഴിലിനോടുള്ള മാന്യതയും ആഗ്രഹവും നിമിത്തം ഇവൻ പുച്ഛിക്കുന്നതാണെന്ന് അറിയാതിരിക്കും. അദൃശ്യത്തിൽ നിന്ന് വരികയാണ്. എന്റെ അദൃഷ്ടം ദൃഷ്ടമായ എന്നെ പുച്ഛിക്കുന്നത് ദൃഷ്ടത്തിൽ എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് വേറുള്ളവർ എന്നെ പുച്ഛിക്കുന്നുണ്ടെന്നാണ് ഞാൻ കേൾക്കുക. ആധുനിക ജീവിത രീതിയിൽ ഇതെല്ലാം എടുത്തുപയോഗിച്ചു വരുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേൾക്കും. ഇടയിൽ അത്ഭുതങ്ങളും ഇടയിൽ തന്നെ പുച്ഛിക്കുന്നതും തന്നെ കളിയാക്കി ചിരിക്കുന്നതും ഒക്കെ കേൾക്കും. വൈദികി പഠിക്കാൻ പോകുമ്പോഴും ഈ വഴിയിൽ സഞ്ചരിക്കുമ്പോഴും യോഗമാർഗത്തിലെ ഏറ്റവും അപകടം പിടിച്ച പാതയാണ്. പരിചയമുള്ളവരോട് പറയും, എന്നെയാണ് പുച്ഛിക്കുന്നത്. ആരാ എന്നെ പുച്ഛിക്കുന്നത്? എന്റെ അബോധം, എന്റെ ബോധപ്രക്രിയയെ. വളരെ 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 സങ്കീർണമായ ധ്യാനം കൂടാൻ പോവുക, ആധ്യാത്മിക സ്ഥലങ്ങളിൽ പോയിരുന്ന് ഉപാസനകളൊക്കെ ചെയ്യുക. ഇതൊക്കെ ചെയ്ത് പലരും എത്തിപ്പെടുന്നത് മുമ്പില്ലാത്ത വിധം സൈക്കാട്രിക് ക്ലിനിക്കുകളിലാണ്. ഇതിന്റെ കാരണങ്ങളിൽ ഒന്നിതാണ്, പ്രകൃഷ്ട കാരണങ്ങളിൽ ഒന്നിതാണ്. നിങ്ങളിൽ പലതരം സംഘടനയുടെ ആളുകൾ ഇരിപ്പുണ്ട്. പോയി കേരളത്തിലെ അത്തരം ക്ലിനിക്കുകളിൽ പോയിരിക്കുന്ന ആളുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ വളരെ കൂടുതലാണെന്ന് കാണാം, മുമ്പില്ലാത്ത വിധം. ഇതിന് കാരണം അതാണ്, ഇത് ചടങ്ങാണ്. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിച്ചിരിക്കണം. ഒരു ഭാഗത്ത് ദേഹാത്മവാദവും മറുഭാഗത്ത് ഇവയെല്ലാം ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യുക. അപ്പോൾ വരുന്ന ഒരു വൈകല്യമാണിത്. അങ്ങനെ വരുമ്പോഴാണ് ലോകം തന്നെ നിന്ദിക്കുന്നു എന്ന് തോന്നും. അത് തോന്നാതിരിക്കണമെങ്കിൽ തന്റെ ആത്മാവിനെ ശ്രുതിയുക്തി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ബോധ്യപ്പെട്ടിട്ട് മറ്റൊരാൾ അറിയാതെ വേണം അനുഷ്ഠാനങ്ങളെയും ചിന്തയെയും കൊണ്ടുപോകാൻ. അതിന് കാരണം അതാണ്, ഷോ പീസ് വളരെ കൂടുതലാണ്. ഇത് അതീവ രഹസ്യവും സ്വകാര്യവും തന്റേതുമാണ്. അപകടം സൃഷ്ടിക്കുന്നില്ല. അതിന്റെ ഫലമതാണ്, അത് കിട്ടുകയാണ് ചെയ്യുന്നത്. അതിൽ വേദനിക്കണ്ട. വളരെ വളരെ റയർ സ്പെസിമനെ കടന്നുപോകും. അതിന്റെ കാരണം ഈ തെരഞ്ഞെടുപ്പ് അറിയാൻ വയ്യാത്തതുകൊണ്ട്. അതിലൊക്കെ കൂടുതൽ ഇവരെ നയിച്ച ആളുകൾ ഒരു ദിവസം മരിച്ചുപോയാൽ കരക്കിട്ട മീൻ പോലാവും. അതാണ് ഇതിലൊക്കെ കൂടുതൽ. സ്പൂൺ ഫീഡിങ്ങിൽ വളർത്തിയ കുഞ്ഞുങ്ങള് എങ്ങും എത്തുന്നതിന് മുമ്പ് അച്ഛൻ മരിച്ചുപോയാൽ കുടുംബത്തിന്റെ പണി തീരുക. കണ്ടിട്ടില്ല? ഒന്നാമത് വിദ്യാഭ്യാസം പോലെ തന്നെയാണ്. ആധുനിക വിദ്യാഭ്യാസത്തിൽ നിന്ന് പൂർണ്ണമായി എടുത്ത് കളഞ്ഞിരിക്കുന്നത് കോമൺ സെൻസാണ്. ഈ കാലഘട്ടത്തിലെ ആധ്യാത്മികതയിലും പൂർണ്ണമായി നശിപ്പിച്ചു കളയുന്നത് കോമൺ സെൻസാണ്. ഈ കാലഘട്ടത്തിലെ കേഡർ സംഘടനാ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും ആദ്യം ഓപ്പറേറ്റ് ചെയ്തെടുത്ത് കളയുന്നത് ഇവന്റെ ബ്രെയിനിലെ കോമൺ സെൻസാണ്. മനസ്സിലായില്ല?
അതെടുത്ത് കളയാൻ പറ്റും. ശീലം കൊണ്ട് എടുത്തം കളയുകയാണ്. വളരെ വലിയൊരു അപകടം പിടിച്ച പോക്കാത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബോധ്യമാവും. അത് നിങ്ങളുടെ ഇവിടുന്ന് ഈ കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന MP-മാരും ഈ രാജ്യസഭ മറ്റേ പാർലമെന്റ് മുതല MP-മാരും ഒക്കെ പോയി അവിടെ പോയിരുന്ന് വാദിക്കുമ്പോൾ ഞങ്ങളുടെ രാജ്യത്തേക്കും കൂടെ അത് വേണമെന്ന് പറയും. അവിടെ ഈ ഗംഗയിലോ എവിടെയോ ഈ ആഴം കുറഞ്ഞ സ്ഥലങ്ങൾ ഈ വള്ളമൊക്കെ പോകുന്ന സമയത്ത് അവിടെ മനസ്സിലാക്കാൻ വേണ്ടി ചില വാർത്ത തൂണുകളോ കൽത്തൂണുകളോ ഇടാനായിട്ടൊരു തീരുമാനം ഉണ്ടായി കാണും, അപകടം കുറയ്ക്കാൻ വേണ്ടി ഇറങ്ങുന്ന സ്ഥലങ്ങൾക്ക്. അപ്പോൾ അതിന് വെച്ചത് കണ്ടിട്ട് നമുക്കും വേണം 1000 എണ്ണം എന്ന് പറയും. മനസ്സിലായില്ല. അങ്ങനെ ഈ അടുത്ത കാലത്തൊരു 50,000 എണ്ണം കൊണ്ടുവന്ന് കുമരകം മുതൽ മുഹമ്മ വരെ ഇട്ടു. വെള്ളം ഇതിനേക്കാളൊക്കെ വളരെ ഉയരത്തിലായി കഴിഞ്ഞപ്പോൾ ഈ ബോട്ടൊക്കെ ചെന്നതിന്റെ പൊക്കത്തിൽ കയറിയിരിക്കുകയാണ്. ഇപ്പം കളി നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് ബോട്ടിന്റെ അടി പോയി. ഇത് കേരളത്തിലും വേണം 4, നമുക്കും ഇരിക്കട്ടെ 4 എണ്ണം. മനസ്സിലായി. ഇത് അവിടെ പോകുന്നവൻ വല്ല വിവരവും കോമൺ സെൻസും ഉള്ളവനായിരിക്കണം. നിങ്ങൾ ആരെയെങ്കിലും വിട്ടാ പോരാ. മനസ്സിലായില്ല. ഇതുപോലൊരു ഓരോന്ന് തെരഞ്ഞെടുക്കുമ്പോഴും ആ തെരഞ്ഞെടുപ്പിന് ഉള്ളുരുകിയ ഒരു അറിവും ഒരാഗ്രഹവും ഒരാവശ്യവും ഉണ്ടായിരിക്കണം. മനസ്സിലായില്ല. അതില്ലെങ്കിലായി ഗതികേട് പറ്റുന്നത്. അതുകൊണ്ട് ഈ വഴിയിൽ ഏറ്റവും സൂക്ഷിക്കണം. അത് വളരെയധികം സൂക്ഷിക്കണം. എന്തിനാണ് എന്ന് ചോദിക്കണം. ഇതിന്റെ ആവശ്യം എന്താണ്? ഒരാൾ വിളിച്ചാൽ ഉടനെ ചാടിക്കേറി പോകരുത് കൂടെ. മനസ്സിലായില്ല. എന്തിനാ പോകുന്നത്? എനിക്ക് ഇപ്പം അതിന് സമയമായില്ല, എനിക്ക് വേറെ ആഗ്രഹങ്ങൾ കിടക്കുന്നു, ഞാൻ അതൊന്ന് തീർത്തിട്ട് വരാം. കുഴപ്പമില്ല, പയ്യെ വന്നാൽ മതി. മനസ്സിലായോന്നറിയില്ല. അതുകൊണ്ട് ആ ഒരു ബോധം വേണം. പക്ഷെ അതേസമയം ഇത് ഇല്ലാത്തതാണ് എന്നറിഞ്ഞിരിക്കുന്നതാണെങ്കിൽ അങ്ങനെയല്ല എന്ന് അറിയുകയും വേണം. അതറിയുന്നത് പ്രോപ്പറായിട്ടറിയണം. അപ്പൊ ദേഹാത്മബോധം വന്നവർ അവർ അറിയുന്നതിന് വേണ്ടി പറയുകയാണ്. അത് നോക്കിക്കൊള്ളാനാണ്. നോക്കിക്കൊള്ളുക. അഹം ശബ്ദേന വിഖ്യാതാം ഏകയേവ സ്ഥിതപരഃ സ്ഥൂലസ്ത്വനേകദം പ്രാപ്തഃ കഥം സ്യാദ്ദേഹഃ പുമാൻ. അഹം ശബ്ദേന വിഖ്യാതാം ഏകയേവ സ്ഥിതപരഃ സ്ഥൂലസ്ത്വനേകദം പ്രാപ്തഃ കഥം സ്യാദ്ദേഹഃ പുമാൻ. ഞാൻ എന്ന ശബ്ദം കൊണ്ട്, അഹം ശബ്ദം കൊണ്ട്, വിഖ്യാതഃ വിശേഷേണ ഖ്യാതഃ അറിയപ്പെടുന്ന, അതായത് ഞാനെന്ന ശബ്ദത്തിന് അടിസ്ഥാനമായി ഉള്ള ദേഹത്തിനപ്പുറമിരിക്കുന്ന ആത്മാവ് ഒന്നായി മാത്രമിരിക്കുന്നു. ആത്മാവ് ഏകമാണ്. അത് ഞാനെന്ന ശബ്ദം കൊണ്ട് അറിയപ്പെടുന്നതാണ്. അത് ദേഹ അതിരിക്തമാണ്. ആ ആത്മാവ് ഒന്നായി മാത്രമിരിക്കുന്നു. സ്ഥൂല ശരീരമാകട്ടെ അനേകമാകുന്നു. സ്ഥൂലം, സൂക്ഷ്മം, കാരണമെന്ന് 3 ശരീരമുണ്ട് ഒരാളിൽ തന്നെ. സ്ഥൂല ശരീരങ്ങൾ തന്നെ അനേകമായിരിക്കുന്നു. ആത്മാവാകെ എല്ലാം കൂടെ ചേർന്ന ഒന്നേ ഉള്ളൂ. ശരീരങ്ങളാകട്ടെ അനേകമുണ്ട്. എപ്രകാരമാണോ ഒരു സമുദ്രത്തിലെ വെള്ളത്തിൽ ഘടങ്ങൾ മുക്കിപ്പിടിക്കുന്നത്, ആ ഘടത്തിലെല്ലാം ഇരിക്കുന്നത് വെള്ളം ഏകമായി ഒന്നായി കിടക്കുന്നത് തന്നെയാണ്.
അതിൻ്റെ ഘട ശരീരമാണ് അതിനെ വേർപെടുത്തുന്നത്. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥൂല ശരീരമാണ് ആത്മാവിനെ ഒന്നാകെ വേർപെടുത്തി കാണിക്കുന്നത്. അപ്പോൾ ആത്മാവ് ഏകവും അദ്വയവും നിരാമയവും നിത്യവുമാണ്. ദേഹമാകട്ടെ അനേകമാണ്. ഒരാളിൽ തന്നെ 3 ദേഹങ്ങൾ: സ്ഥൂലം, സൂക്ഷ്മം, കാരണം. അപ്പൊ ഇങ്ങനെ വേണം അതിനെ പഠിക്കാൻ. അങ്ങനെ ആകുന്നു. സ്ഥൂല ശരീരമാകട്ടെ അനേകമാകുന്നു, അതാകട്ടെ അനേകം ചേർന്നതുമാകും. വിചിത്രത, അനേകം അംശങ്ങൾ ചേർന്നാണ് ശരീരം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ദേഹം എങ്ങനെയാണ് ഏകമായ ഞാനെന്ന് പറയുന്ന പുരുഷനാവുക? വാക്കുകൊണ്ട് തന്നെ നിനക്ക് തെറ്റിയിരിക്കുന്നു. വീണ്ടും നോക്കാം. അഹം ദ്രഷ്ടുതയാ സിദ്ധോ ദേഹോ ദൃശ്യതയാ സ്ഥിതഃ മമായമിതി നിർദ്ദേശാത് കഥം സ്യാത് ദേഹഃ പുമാൻ. അഹം ദ്രഷ്ടുതയാ സിദ്ധോ ദേഹോ ദൃശ്യതയാ സ്ഥിതഃ മമായമിതി നിർദ്ദേശാത് കഥം സ്യാത് ദേഹഃ പുമാൻ. ഞാൻ, അതായത് ദൃക്ക് കാണുന്നവൻ, അനുഭവിക്കുന്നവൻ തുടങ്ങിയതെല്ലാം ദൃക്കാണ്. ദൃക്കായിരിക്കുന്ന ഭോക്താവായി കർത്താവായി ഒക്കെ നിലകൊള്ളുന്ന കാണുന്നവനായ സാക്ഷിയായ ഞാൻ, കാണുന്നവൻ എന്ന നിലയ്ക്ക് എന്നെ എല്ലാവർക്കും അനുഭവമാണ്. ദേഹമാകട്ടെ അനുഭവത്തിന്റെ വിഷയമാണ്. കാഴ്ച വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് ദേഹം. ദേഹത്തെ നാം നമ്മുടെ അനുഭവത്തിൽപ്പെടുത്തിയാണ് അനുഭവിക്കുന്നത്. എന്റെ ദേഹം എന്നാണ് പറയുക. അതുകൊണ്ട് ഞാൻ എന്നത് ദൃക്കും എന്റെ എന്നുള്ളത് ദൃശ്യവുമാകുന്നു. ഇതെന്റേത് എന്ന് ശരീരത്തെപ്പറ്റി ചൂണ്ടിക്കാണിക്കാറുള്ളത് കൊണ്ട് ദേഹത്തെ അറിയാം. ആ ദേഹം എങ്ങനെയാണ് പുരുഷനാവുക? പുരുഷനല്ല എന്ന് സാരം. ക്ലിയർ? ഇത് നിത്യാനുഭവം, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലിയർ ആയി? അഹം വികാരഹീനസ്തു ദേഹോ നിത്യം വികാരവാൻ ഇതി പ്രതീയതേ സാക്ഷാത് കഥം സ്യാത് ദേഹഃ പുമാൻ. അഹം വികാരഹീനസ്തു ദേഹോ നിത്യം വികാരവാൻ ഇതി പ്രതീയതേ സാക്ഷാത് കഥം സ്യാത് ദേഹഃ പുമാൻ. ഞാൻ വികാരഹീനൻ, ദേഹം എപ്പോഴും വികാരമുള്ളത്. ഇത് നേരെ അനുഭവമാണ്. എങ്ങനെയാ അനുഭവം? ഞാൻ വികാരഹീനനാണെന്നും എന്റെ ദേഹം വികാരമുള്ളതാണെന്നും എങ്ങനെയാണ് അനുഭവം? നേരിട്ട് അനുഭവമുള്ളതാണിത്. അങ്ങനെയാണെങ്കിൽ ദേഹം എങ്ങനെ ആത്മാവാണ്? എങ്ങനെയാണ് അനുഭവം? ബാല്യം? അതൊക്കെ ഞാൻ അനുഭവിക്കുന്നു എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് വികാരം ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. ഞാൻ വികാരം ഇല്ലാത്തവനാന്നായിട്ട് പറഞ്ഞു. ഞാൻ വികാരഹീനനാണ്, ദേഹമാണ് വികാരമുള്ളത്.
ദേഹത്തിനാണെന്നാണോ നിത്യാനുഭവം? നിത്യാനുഭവം അതാണെന്നാ പറഞ്ഞു. ഞാൻ വികാരഹീനനാണ് എന്ന അനുഭവം നിങ്ങൾക്ക് എങ്ങനെയാണെന്നാണ് ചോദ്യം. സുഷുപ്തിയിൽ അത് നിങ്ങൾ സുഷുപ്തിയിൽ അറിയുന്നില്ലല്ലോ, ഉണർന്നിട്ടല്ലേ ഇല്ലെന്നറിയുന്നത്. അതുകൊണ്ട് ജാഗ്രത ഇല്ലെന്ന് നിങ്ങൾ എങ്ങനെയാ പറയാ? 3 കാലത്തിലും അനുഭവമായി നിങ്ങൾ എങ്ങനെയാണ് പറയുക ഞാൻ വികാരഹീനനാണ്? നിത്യാനുഭവം എന്നാ ഇവിടെ പറഞ്ഞു. ഞാൻ വികാരഹീനനാണ്. എവിടെയാണ് നിങ്ങൾക്ക് അനുഭവം? അങ്ങനെ അനുഭവമുണ്ട്, നിങ്ങളെ സംബന്ധിച്ചുണ്ട്, നിങ്ങളുടെ ശരീരത്തിലുണ്ട്. എവിടെയാണ്, എപ്പോഴാണ്? ശ്രദ്ധിച്ചിരിക്കണം മണിയണ്ട. ക്ലൂ ഒക്കെ ഞാൻ തന്നതാ, ഒരുപാട് ക്ലൂ തന്നതാ. മണിയണ്ടന് ശൈശവമുണ്ട്, ബാല്യമുണ്ട്, കൗമാരമുണ്ട്, യൗവനമുണ്ട്, വാർദ്ധക്യമുണ്ട്. ബാല്യത്തിലെ മണികണ്ഠൻ കാണിച്ച വികാരങ്ങളൊന്നും കൗമാരത്തിലെ മണികണ്ഠൻ അംഗീകരിക്കുന്നില്ല. കൗമാരത്തിലെ മണികണ്ഠന്റെ വികാരങ്ങളൊന്നും യൗവനത്തിലെ മണികണ്ഠൻ അംഗീകരിക്കുന്നില്ല. യൗവനത്തിലെ വികാരങ്ങളൊന്നും വാർദ്ധക്യത്തിൽ അംഗീകരിക്കുന്നില്ല. അതായില്ല, ആയവർക്ക് വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ന് പറയുന്ന മണികണ്ഠൻ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും എഞ്ചിനീയർ എന്ന തൊഴിലിലും അച്ഛൻ്റെ അടുക്കൽ മകനെന്ന നിലയിലും അമ്മയുടെ അടുക്കൽ മകനെന്ന നിലയിലും വിവാഹം കഴിച്ചിട്ടില്ല, കഴിച്ചവരിയ്ക്കുന്നുണ്ടെങ്കിൽ ഭർത്താവെന്ന നിലയിലും ഒക്കെയുള്ള ഓരോ പ്രവർത്തനങ്ങളെയും എടുത്തു നോക്കിയാൽ ഒന്ന് മറ്റൊന്നിന് വിരുദ്ധവും വിപരീതവുമായിരിക്കുമ്പോഴും ഇതിലെല്ലാത്തിലും കോമണായിരിക്കുന്ന വികാരമില്ലാത്തവനായ എന്നെ നിലനിർത്തിക്കൊണ്ടാണ് വികാരിയായ ഈ ശരീര ഇടപാടുകളെല്ലാം കാലത്തിലും ദേശത്തിലും പ്രായത്തിലും ചെയ്തു കൂട്ടിയത്. ശരിയാണോ? ശരിയാണോ? സമ്മതാണോ? എപ്പോഴും മാറുന്നത് ശരീര, ഞാൻ മാറുന്നില്ല. എന്നെ ഞാൻ തൊട്ടു മുമ്പ് ചെയ്തൊരു കർമ്മം ചെയ്ത സമയത്ത് എഴുതി വെച്ചിട്ട് കൃത്യമായി ചെയ്തിട്ട് ആ എഴുതിയ പേപ്പർ എടുത്തൊരാൾ മാറ്റിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ആ ചെയ്ത കർമ്മത്തെ അപഗ്രഥിക്കുമ്പോൾ ചെയ്തുവെന്ന് അറിയുന്ന മണികണ്ഠൻ, ഈ ഇരിക്കുന്ന ആളുകളാകട്ടോ മണികണ്ഠനല്ല, ചോദ്യകർത്താവായതുകൊണ്ടാണ് ഞാൻ മണികണ്ഠൻ. മനസ്സിലായില്ലേ? നിങ്ങൾ മുഴുവൻ ഇപ്പം മണികണ്ഠനാ. കണ്ടെത്തി തപ്പി നോക്കിയോ മണികണ്ഠൻ, സംശയിക്കണ്ട. നീ മണികണ്ഠനെ വെച്ച് പറയുമ്പോൾ നിങ്ങൾ അങ്ങ് ആസ്വദിക്കുകയൊന്നും ചെയ്യരുത്, സാക്ഷിയായിട്ട് അനുഭവിക്കണം അല്ലേ? വേണ്ടേ? പുള്ളി എന്നോട് ചോദ്യം ചോദിച്ചു, ഞാൻ അബദ്ധത്തിന് കയറി പേരും അങ്ങോട്ട് എടുത്തു തുടങ്ങി. മനസ്സിലായില്ലേ? അതുകൊണ്ട് ദേവദത്തൻ, അതാണ് മണികണ്ഠൻ. മനസ്സിലായില്ല? അപ്പൊ നിങ്ങളെല്ലാം ആ ആൾ ചെയ്ത ഒരു കർമ്മം, നിങ്ങൾ ചെയ്ത ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞ് അതില് തെറ്റോ ശരിയോ സംഭവിക്കാം. വേറൊരാൾ നിങ്ങളോട് സംസാരിക്കാൻ വന്ന ആ കാര്യം സംസാരിക്കുന്ന സമയത്ത് കർമ്മത്തിന് കാരണമായ വികാരം, കർമ്മം, കർമ്മഫലം ഇവയൊക്കെ അടങ്ങുന്ന നിങ്ങളുടെ ശാരീരിക തലങ്ങളോട് കൂടിയ അതിൻ്റെ തലത്തെ നിങ്ങൾ അംഗീകരിക്കുമോ? അംഗീകരിക്കുമോ? ഇല്ല. ആ വാസനയിൽ ആ ശരീരത്തോട് അപ്പോൾ ചേർന്ന് നിൽക്കുകയാണ്. അതിൻ്റെ തലം നിങ്ങൾക്കും സമാജത്തിനും പ്രയോജനഹേതുവാണെങ്കിൽ അതിനോട് താതാത്മ്യം പ്രാപിച്ച് അംഗീകരിക്കുകയും അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യും. ഇറ്റ്സ് നോട്ട്. അപ്പൊ ആ വികാരം വന്ന കർമ്മവും വികാരവും ശരീരത്തിൻ്റെയാണോ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളുടെയാണോ, നിങ്ങളുടെയാണോ?
ശരീരത്തിന്റെ അതേ പറഞ്ഞു. ഇത് നിത്യാനുഭവമാണ്. അനുഭവം എങ്ങനെയാ ഞങ്ങൾക്കെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. ഇതില് ഇന്നുവരെ നിങ്ങൾ ചെയ്ത കർമ്മം നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് എഴുതി വെച്ചാൽ അതെല്ലാം കൂടി ഒരു 30 ദിവസത്തെ കർമ്മേ ഉണ്ടാവും. ആകെ നിങ്ങൾ ജീവിച്ചത് ഇത്രയും കാലമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കാത്ത നിങ്ങളുടെ കർമ്മങ്ങളാണ് പൂർവകാലീനമായി കൂടുതൽ കിടക്കുന്നത്. അത് ഞാനെന്ന നിത്യനായ ബോധത്തിന്റെ ആണെങ്കിൽ വിസ്മൃതിയിലാവുമോ? ചോദ്യം മനസ്സിലായില്ല. അപ്പൊ ആത്മാവിന്റെ അല്ല, നിത്യന്റെ അല്ല. 2, നിങ്ങൾ ചെയ്ത ഈ കർമ്മങ്ങൾ നിങ്ങൾ എഴുതി വെച്ചത്, നിങ്ങളുടെ കർമ്മം കണ്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ അമ്മയോടും അച്ഛനോടും ചോദിച്ചാൽ നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ അവർ കണ്ടു എന്ന് പറയുന്നത് വേറെയാണ്. നിങ്ങളുടെ കർമ്മങ്ങൾ എത്ര അവരുടെ ശരീരത്തിൽ വികാരമുണ്ടാക്കിയോ അതെല്ലാം അവർ പറയും. മനസ്സിലായി? നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ പരിചയക്കാർ, നിങ്ങൾ ഇടപെട്ടവർ, നിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങളുടെ ഫലമനുഭവിച്ചവർ, നിങ്ങളെ വളർത്തിയവർ, നിങ്ങൾക്ക് കറി തന്നവർ, കഞ്ഞി തന്നവർ, ഇവരെല്ലാം അടങ്ങുന്നവർ പറഞ്ഞ കർമ്മം മൊത്തം എഴുതി നിങ്ങൾ പറഞ്ഞ 30 ദിവസത്തെ കർമ്മം എഴുതിയാൽ ഇത്രയും കാലം പോരാ നിങ്ങളുടെ കർമ്മം ചെയ്യാൻ. മനസ്സിലായില്ല? അവര് നിങ്ങളുടെ ജീവിതകാലത്തിന്റെ മുഴുവൻ കാലവും അറിഞ്ഞതായി ആകെ 15 ദിവസം മാത്രം നിങ്ങളെ പരിചയമുള്ളൂ. ഇപ്പൊ ഇവിടെ വന്നിട്ട് ആകെപ്പാടെ 2 ദിവസം ആയില്ല. 1 ദിവസം ഒരു ഉച്ചവരെ ആയുള്ളൂ അല്ലേ? ഇത്രയും നേരം നിങ്ങൾ പരിചയപ്പെട്ടവരെ വിളിച്ച് ഒരു ഇന്റർവ്യൂ ചെയ്ത് ചോദിച്ചാൽ ഇവിടെ വെച്ചുള്ള പരിചയമൊന്നും അല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ അവർ പറയും. അതൊക്കെ കൂടെ ഒരു ടേപ്പിലെടുത്ത് ഇങ്ങനെ നിങ്ങളെ പരിചയമുള്ള ലോകം മുഴുവനും ഓരോരുത്തരും പറഞ്ഞെടുത്താൽ നിങ്ങളുടെ ജീവിതകാലമൊന്നും പോരാ. സത്യത്തിൽ നിങ്ങളൊരു മിത്തായി മാറും. ശരിയല്ല? ശരിയല്ല? ആലോചിച്ചു. നിങ്ങള് എന്നാണ് അവര് പറയുക? ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. മുരളി അങ്ങനെ ചെയ്തെന്നാണ് ഭാര്യ പറയുക. മുരളി അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് മുരളിയുടെ അച്ഛൻ പറയുക. അത് ഭാര്യ പറയുന്നതല്ല പറയുന്നത്. അതിൽ നിന്ന് ചിലതെടുത്തിട്ട് അച്ഛൻ വേറൊന്നാ പറയുന്നത്, അമ്മ മറ്റൊന്നാ പറയുന്നത്. മനസ്സിലായില്ല? അയ്യപ്പദേവനോട് ചോദിച്ചാല് അയ്യപ്പദേവ് അറിയുന്ന മുരളി ഇതൊന്നുമല്ല സാധനം അല്ലേ? വേറൊരു ഇതിഹാസമാ മുരളി. അതാണ് എന്റെ വിചിത്രമല്ലേ ഈ ജീവിതം? നമ്മളുടെ ശരീരത്തിലെ കോശങ്ങൾ കർമ്മത്തിൽ പങ്കെടുത്തിട്ട് അവ നശിക്കുമ്പോൾ ആ ഓർമ്മകളും കൂടി നശിക്കുകയാൽ ആ കർമ്മം ഇപ്പോൾ കോശകോശാന്തര വ്യാപാരത്തിന്റെ സ്മൃതിമണ്ഡലത്തിൽ വികാരമുണ്ടാക്കി നിൽക്കാത്തതുകൊണ്ട് ചിത്തത്തിന്റെ വൃത്തിയിലില്ല. ചിത്തത്തിന്റെ വൃത്തിയിൽ വേറെ വികാരങ്ങളാണ് കിടക്കുന്നത്. ചെയ്തു. പിന്നെ ഇത് എടുക്കണമെങ്കിൽ തപ്പിയെടുക്കാം. എല്ലിലും മജ്ജയിലും ഒക്കെ കിടന്നു എന്ന് അതിന്റെ കോശങ്ങളെ ഉജ്ജീവിപ്പിച്ച് ഒരു പുനർമുരളിയെ അതിനകത്തുനിന്ന് സൃഷ്ടിച്ചെടുക്കുമ്പോൾ കുറെ സാധനമൊക്കെ കിട്ടും. ഇത് ഹാർഡ്വെയറിൽ പോയി അവിടെ കിടപ്പുണ്ട്, ഹാർഡ് ഡിസ്കില് പോയി, ബോധതലങ്ങളിൽ നിന്നൊക്കെ പോയി. നല്ലതോ ചിത്തയോ അല്ല നമ്മുടെ ചർച്ച. നമ്മുടെ ചർച്ച ഈ ശരീരം വികാരിയാണ്, ആത്മാവ് വികാരിയല്ല. ആത്മാവ് വികാരിയല്ല എന്ന്
നിങ്ങൾക്കെങ്ങനെയാണ് അനുഭവം എന്നാണ് നിങ്ങൾ ചോദിച്ചത്. അത് മറന്നുപോകരുത്. മനസ്സിലായില്ല? അത് പഠിപ്പിച്ചു തരിക എന്റെ ജോലി. ഈ ശ്ലോകത്തിൽ പറഞ്ഞ ആത്മാവ് അവികാരിയാണ്, ആത്മാവ് വികാരഹീനനാണ്, ദേഹം നിത്യം വികാരവാനാണ്. അതെങ്ങനെയാണ് ബോധ്യപ്പെടുക എന്നാ ചോദിച്ചത് അല്ലേ? ഇങ്ങനെ ദേഹത്തിന്റെ കോശങ്ങൾ മാറുമ്പോൾ വികാരങ്ങൾ മാറും. മനസ്സിലായില്ല? പെട്ടെന്നാ മാറുന്നത്. ക്ഷണനേരം കൊണ്ട് മാറും. ക്ഷണനേരം കൊണ്ട്. സ്നേഹിച്ച കാലങ്ങളിൽ എഴുതും ഇല്ലേ ഓട്ടോഗ്രാഫിലൊക്കെ, നീ ഇല്ലാത്ത ജീവിതം എനിക്ക് മുള്ളില്ലാത്ത റോസ പോലാണെന്ന്. ഓ അങ്ങനെയല്ല എഴുതുക അല്ലേ? ഓ തിരിച്ചാണ്. സോറി, എഴുതി പരിചയമില്ലാത്തതുകൊണ്ട് പറഞ്ഞതാ. നിങ്ങളെല്ലാരും ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ എഴുതും. ജീവിതം വരുമ്പോഴോ പൂവില്ലാത്ത റോസയാവൂല്ലേ? മാത്രാവും. അപ്പൊ ഇതൊക്കെ സംഭവിക്കും. ഇതൊന്നും വേണ്ട. വിവാഹമൊക്കെ കഴിച്ച് ആദ്യത്തെ ഒരാഴ്ച രണ്ടുപേരുടെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചായയും കൊണ്ട് ഭാര്യ വന്നത്. ചായയും കൊണ്ടുവന്ന ഭാര്യ വരുന്ന സമയത്ത് കാല് നീട്ടി വെച്ച ഭർത്താവിന്റെ കാലിൽ തട്ടി മുന്നോട്ട് പോയി. മനസ്സിലല്ലേ? ഇത്രയൊന്നും കുഴപ്പമുള്ളിടത്ത് നല്ല പേടിക്കണ്ട. ഉടനെ അങ്ങോട്ട് നോക്കുന്ന കണ്ടോണ്ട് ഞാൻ പറഞ്ഞ വെറുതെ വെച്ച കാലയിലും തട്ടിപ്പോയതേ ഉള്ളൂ. ആ ചായ കുറച്ച് തുളുമ്പി. അത് കഴിഞ്ഞ് ഇവര് മുന്നോട്ട് ചെന്ന് പിടിച്ചപ്പം നെറ്റി അവിടെ ഇരുന്നൊരു പത്തായത്തിന്റെ സൈഡിലൊന്ന് ചെറുതായിട്ട് മുട്ടി. മുഴച്ചിട്ടുണ്ട് നല്ലോലെ മുഴച്ചു. ചായ താഴെ പോയി, ഗ്ലാസ് താഴെ വീണു, ടംബ്ലർ താഴെ വീണു. ഇതൊക്കെ കഴിഞ്ഞപ്പം ഇയാൾ എഴുന്നേറ്റ് സൗമ്യമായി പറയാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, പിന്നെ ഇതങ്ങ് നെയ്യല്ലേ, ഉരുകിപ്പാനൊന്നും പറ്റിയില്ല. സാരമില്ലെന്ന് പറഞ്ഞില്ലേ? അയാൾ തൂക്കാനൊക്കെ തുടങ്ങിയ പറഞ്ഞേ പിടിക്കൊന്നും വേണ്ട, ഒന്നും പറ്റിയില്ല, എനിക്കൊന്നും പറ്റിയില്ല. വളരെ സ്നേഹത്തോടെയാ പറഞ്ഞു. ചായ രണ്ടാമത് എടുത്തുകൊണ്ടൊന്ന് കുടിച്ചടുക്കരുത്തി തലോടുമ്പോഴൊക്കെ വീണ്ടും വേദനയുണ്ടോയെന്നറിയാനൊരു കുറ്റബോധം ഇയലിൽ കിടക്കുമ്പോഴൊക്കെ വീണ്ടും ഒന്നും പറ്റിയില്ല. 2 മാസം കഴിഞ്ഞ് ഇല വാതിൽപ്പടി നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കടന്നു പോകുമ്പോൾ മുട്ടിയില്ല ദേഹത്ത്. എന്നാൽ ഉപയോഗിച്ച പദവും നോക്കുക, ആ കാലമാടന്റെ ഇരുമ്പൊലക്ക പോലത്തെ കയ്യ്. എന്താ മുരളി? അങ്ങനെ ചോദിച്ചു നോക്ക്. പറയുവോ വിചാരിക്കുവോ രണ്ടും കൂടെ ഉണ്ടാവുമോ ഒക്കെ ചോദിച്ചു നോക്ക്. ചോദിച്ച് നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് തീരുമാനിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്. പറഞ്ഞവരുടെ വികാരം പിന്നീട് മാറിപ്പോകുമല്ലോ അല്ലേ? അപ്പൊ ഇത് എങ്ങനെയാണ് മാറുന്നത്? ഏത്? ഇത് പെട്ടെന്നാ മാറുന്നത്. ഇനി ഒരിക്കൽ വളരെ നല്ല രീതിയിൽ പറഞ്ഞ ഒന്നും പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞ ആ വേദനയും കൂടെ ചേർക്കുവോ? അന്ന് ഞാൻ കേറി വന്നപ്പോഴേ എന്നെ കാലുവെച്ച് വീഴിക്കാൻ തുടങ്ങിയതാ. രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് കാലുവെച്ച് വീഴിച്ചിട്ടുണ്ടോ മുരളി? ആഞ്ഞു ചിരിക്കുന്നുണ്ട്. എനിക്കൊരു ശങ്ക. വയസ്സുകാലത്ത് എൻ്റെ ഒരു സംശയം പോകുന്നത് വേറൊരിടത്തേക്കാണ്.
വയസ്സുകാലത്ത് ആപ്പിള് പൂവമ്പഴമായി മാറുന്ന കാര്യം ഓർത്താണ് ഞാൻ ചിരിച്ചത്. അങ്ങനെ വല്ലതും ഉണ്ടോന്ന് ആലോചിച്ചു. ആ പണ്ടൊരുത്തൻ ഈ നദിയെ കിടന്ന് പൂവമ്പഴം മേടിക്കാൻ പോയി. മനസ്സിലായില്ലേ? വാതിലടച്ച് ഭാര്യ മേശയും വലിച്ചിട്ട് അതിന്റെ മുകളിൽ തലയണയും വെച്ചിട്ട് പുറകിലത്തെ വാതിൽ തുറന്നുവിട്ട് കിടന്നുറങ്ങിയ ഒരു കഥയുണ്ട്. ഇയാള് പോയി പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ടു. പഴം മഴയത്ത് നടന്ന് കിട്ടാവുന്ന ഓറഞ്ച് വാങ്ങിച്ചുകൊണ്ട്. ഇപ്പൊ ഓറഞ്ച് പൊളിച്ച് കൊടുക്കുമ്പോ പതുക്കെ പൂവമ്പഴം കിട്ടാത്തതിന് കഴിക്കാതിരിക്കുമ്പോ 2 എണ്ണം അങ്ങ് കൊടുത്തിട്ട് നമുക്ക് ഇതെന്താന്ന് ചോദിക്കുമ്പോൾ പൂവമ്പഴം എന്ന് പറഞ്ഞ് കഴിച്ച ഒരു കഥയുണ്ട്. നിങ്ങൾ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ഈ സമയം ഒരുപാടുള്ളതുകൊണ്ട് എല്ലാം വായിക്കും. അതാ ഞാൻ പറഞ്ഞു എന്റെ സഞ്ചിയിലെല്ലാം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് മാറുമോ? ഇങ്ങനെ മാറുമോ? എനിക്കത് മാത്രമേ അറിയണ്ടുള്ളൂ. അതിനാ ഞാൻ നിങ്ങളൊന്ന് മാറും എന്നൊന്ന് പറയുന്നിടം വരെ വാരി വെതറുന്നു എന്നേ ഉള്ളൂ. മാറുമോ? മാറും. എങ്ങനെയായി മാറി? വികാരം. ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ബുദ്ധി ഇതെല്ലാം വികാരിയാണ്. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണശരീരവും വികാരിയാണ്. കായം വികാരമായുള്ളതാണ്. ആത്മാവ് അവികാരിയാണ്. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. വികാരഹീനനായ ആത്മാവ്, വികാരവാനായ ശരീരം, ഇതെല്ലാവർക്കും നേരിട്ടനുഭവമുള്ളതാണ്. അതുകൊണ്ട് ദേഹം എങ്ങനെ ആത്മാവാകും? യസ്മാത് പരിമിതി ശ്രുത്യാം തയാ പുരുഷലക്ഷണം വിനിർണീതം വിമൂഢേന കഥം സ്യാത് ദേഹഃ പുമാൻ. യസ്മാത് പരിമിതി ശ്രുത്യാം തയാ പുരുഷലക്ഷണം വിനിർണീതം വിമൂഢേന കഥം സ്യാത് ദേഹഃ പുമാൻ. മൂഢത്വം നീങ്ങിയ ജ്ഞാനികൾ, അതായത് അറിവുള്ളവർ, അവർ യസ്മാത് പരം, ഇത് ശ്വേതാശ്വതരത്തിലെ വാക്യമാണ്. യസ്മാത് പരം നാപരമസ്തി കിഞ്ചിത് അസ്മാന്നണീയോ ന ജ്യായോസ്തി കിഞ്ചിത് വൃക്ഷ ഇവ സ്തബ്ധോ ദിവിതിഷ്ഠത്യേക സ്തേനേദം പൂർണ്ണം പുരുഷേണ സർവം. ശ്വേതാശ്വതരമാണ് പുരുഷ സൂക്തത്തെ നന്നായി വർണ്ണിക്കുന്ന ഉപനിഷത്തുകളിലൊന്ന്. ആ ജീവാത്മ പരമാത്മാവിനെ വർണ്ണിക്കുന്നതിലും വളരെ മുമ്പിലാണ് ശ്വേതാശ്വതരം. ഉപനിഷത്തുകളിൽ വളരെ മുമ്പിൽ നിൽക്കുന്നതാണ് ശ്വേതാശ്വതരം. ഋഷിമാർ സമ്മേളനം കൂടി ഒരു ഉപനിഷത്ത് പരിഷത്താണ് അവിടെയുള്ളത്. മറ്റത് ഗുരുശിഷ്യ സംവാദങ്ങളാണ് പല ഉപനിഷത്തുകളും. ശ്വേതാശ്വതരം ഒരു ഉപനിഷത്ത് പരിഷത്താണ്. എല്ലാ ഉപനിഷത്തും ഗുരുശിഷ്യ സംവാദമല്ല. അതാണ് ഉപനിഷത്ത് പദത്തിന് വ്യാഖ്യാനം നൽകുമ്പോൾ പോൾഡോസനുമൊക്കെ തെറ്റുപറ്റിയതുപോലെയാണ്. ഉപാനീ എന്ന ഉപസർഗങ്ങളും കിപ്പെന്ന ശൂന്യപ്രത്യയവും ചേരുമ്പോൾ ഉപനിഷത്ത് ശബ്ദം സംജാതമാകുന്നു സദ് ധാതുവിനോടുകൂടി എന്ന് ഉപനിഷത്തിന്റെ എക്കാലത്തെയും വ്യാഖ്യാതാവായ ശങ്കരൻ പറയുമ്പോൾ അതിനോട് വിയോജിച്ചുകൊണ്ട് ശങ്കരൻ ഈ വ്യാഖ്യാനം അറിയില്ലായിരുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ആധുനിക ഇന്ത്യക്കാർ പോൾഡോസന്റെയും മറ്റും വ്യാഖ്യാനം പറയുന്നത്. ഒരു ഗുരുവിന്റെ അടുത്ത്, അടുത്ത്, സമീപത്ത്, താഴെ, നീ എന്ന നിപാതം താഴെയിരിക്കുന്ന ശിഷ്യനോട് ഗുരു നിശബ്ദതയെ വെല്ലുന്ന ശബ്ദത്തിൽ ഉപന്യസിക്കുന്നതാണ് ഉപനിഷത്തെന്നാണ് പോൾഡോസന്റെ ഒക്കെ മതം. കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഭാവമുണ്ടാവുകയാൽ ശങ്കരനേക്കാൾ അറിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. ദക്ഷിണാമൂർത്തി സ്തോത്രം
പഠിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയുടെ ഇരിപ്പിനെ പഠിച്ചിട്ടില്ലാത്ത, അത് വർണ്ണിച്ചിട്ടുള്ള ശങ്കരൻ ദക്ഷിണാമൂർത്തിയുടെ ഇരിപ്പിനെ ചൂണ്ടിക്കാണിക്കുന്ന ശങ്കരൻ ആ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെറുപ്പക്കാരനായ ഗുരു, വൃദ്ധന്മാരായ വിഷയങ്ങളെ അനുഭവിച്ച് വൃദ്ധരായ ജന്മജന്മാന്തരങ്ങളുള്ള ശിഷ്യന്മാർ, ഗുരുസ്തു മൗനം വ്യാഖ്യാനം, ശിഷ്യന്മാരാകട്ടെ ഛിന്ന സംശയർ എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അവിടുന്ന് അടർത്തിയെടുത്തതാണ് ഈ സാധനം. മനസ്സിലായില്ല? പക്ഷേ അത് ഉപനിഷത്തിന് ചേർത്ത് പറയാത്തത് ശങ്കരൻ. ഉപനിഷത്ത് അങ്ങനെയല്ലാതെ ഉണ്ട്. അതിലൊന്നാണ് ശ്വേതാശ്വതരം. സന്ദർഭം വന്നുകൊണ്ട് നാളെ ശങ്കര ജയന്തിയും കൂടാണ്. ശങ്കരനൊന്ന് സ്മരിച്ചു പോവാം. അതുകൊണ്ട് നാളെ നിങ്ങൾ എല്ലാവരും ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടുന്ന് പോകാവൂ. കാരണം നിങ്ങൾ ശങ്കര സമ്പ്രദായത്തിൽപ്പെട്ട ഒരു മഠത്തിൽ വരാനിടയായി. ശങ്കര ജയന്തിയോടനുബന്ധിച്ചുള്ള ഒരു ക്ലാസ്സിനെത്തി. ഇവിടെ ഇരുന്നു ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ ബാക്കി സ്വാമിജി പറഞ്ഞു തരുമെന്നാണ് എൻ്റെ ധാരണ. ഇല്ലെങ്കിൽ അതിൻ്റെ സംക്ഷിപ്ത രൂപമെങ്കിലും നാളെ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് സ്വാമിജി പറഞ്ഞു തരും. ഇവിടുത്തെ ചടങ്ങിലും പങ്കെടുത്ത്, ഇവിടുത്തെ ഒരാശ്രമത്തിലാണ് വന്നത്. പെട്ടെന്ന് എൻ്റെ ക്ലാസ് കഴിഞ്ഞു, അതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോകരുത്. വന്ന് ചടങ്ങുകളിലെല്ലാം പങ്കെടുത്ത് സൗമ്യമായി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ആ പാരമ്പര്യത്തിൻ്റെ അനുഗ്രഹവും ഒപ്പം നിങ്ങളുടെ സ്നേഹാദരങ്ങൾ ഈ മണ്ണിനും കിട്ടി സൗമ്യമായി വേണം നിങ്ങൾ പോകാൻ. ശങ്കരനെ സ്മരിച്ചപ്പോൾ ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ്. സ്വാമിജിക്ക് ഇഷ്ടപ്പെടുമോ ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് നിശ്ചയം പോരാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നും എനിക്ക് നിശ്ചയം പോരാ. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് പറയാതെ പോകാൻ എനിക്കാവില്ല. എനിക്ക് വലുത് എൻ്റെ വഴിയാണ്. അതുകൊണ്ട് നിങ്ങളോടും അദ്ദേഹത്തോടും ചോദിക്കാതെ പറഞ്ഞതിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൻ്റെ ഉദ്ദേശശുദ്ധിക്ക് രണ്ടു കൂട്ടരും മാപ്പ് നൽകിയേക്കുക. മറ്റ് കൃത്യാന്തര ബാഹുല്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് സ്വാമിജിയെ കണ്ട് സൗമ്യമായി പറഞ്ഞ് അനുമതിയും അനുഗ്രഹവും ഒക്കെ വാങ്ങിച്ച് പ്രസാദവും ഒക്കെ വാങ്ങിച്ചു പോവുക. ഒരുമാതിരി നിങ്ങൾക്ക് വായിച്ചാൽ ആത്മജ്ഞാനം മനസ്സിലാകാവുന്ന ഒരു കൃതിയും ആരുടെയൊക്കെയോ കയ്യിൽ ഞാൻ കണ്ടു. മേടിച്ച് ഞാൻ മറിച്ച് നോക്കിയിരുന്നു. കൊള്ളാം. മേടിച്ചുകൊണ്ട് പോയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാനിടയുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്കത് സഹായകമായേക്കും. ശ്രദ്ധിച്ചു വായിച്ചാൽ നിങ്ങളുടെ സുരക്ഷയ്ക്കത് ഒരു കവചം തീർത്ത് തന്നേക്കാൻ ഇടയുണ്ട്. ശ്രദ്ധിച്ചു വായിച്ചാൽ. അതുകൊണ്ട് അതും നിങ്ങൾക്ക് വാങ്ങിക്കാം. കോപ്പികൾ ഇവിടെ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. പലരുടെയും കയ്യിൽ കണ്ടു. അപ്പോൾ മേടിച്ച് ഞാൻ നല്ലപോലെ മറിച്ചു നോക്കി, വായിച്ചു നോക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാമിജിയും എനിക്ക് തന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ മേടിച്ച് ഞാൻ മറിച്ചു നോക്കിയിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾക്കത് സമയം തരും. നല്ലല്ലേ അല്ലേ? ഞാൻ ഇടയ്ക്ക് ശങ്കരൻ വന്നപ്പോൾ പറഞ്ഞു പോയപ്പോഴേക്ക് നിങ്ങളും ചുറ്റും നിൽക്കുന്നവരുമൊക്കെ ഞാൻ നിർത്തുകയാണെന്ന് വിചാരിച്ചോ എന്നൊരു സംശയമില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ ശ്വേതാശ്വതര ഉപനിഷത്തും അതിൻ്റെ ഭാവവും വന്നപ്പോൾ ശങ്കരനെ അറിയാവുന്ന സ്മരിച്ചുപോയി. നാളെയാണ് ശങ്കര ജയന്തി. അപ്പം ആ നിലയ്ക്ക് നിങ്ങളിവിടെ വന്ന ഒരു ഇത് വച്ച് ശങ്കര സമ്പ്രദായത്തിലെ ആ സമ്പ്രദായത്തിൻ്റെ നല്ല വഴികൾ, കൈലാസ ആശ്രമം ഇന്ത്യയിലെ ഇന്നുള്ളതിലെ ഏറ്റവും പ്രാചീന ഗുരുകുലങ്ങളിലൊന്ന്. ഋഷികേശിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കൈലാസ് ആശ്രമം എന്നൊരു ബോർഡ് കണ്ടിട്ടുണ്ടാവും. ഉണ്ടാവും. ഹരിദ്വാറിൽ. ഋഷികേശ് അല്ല, സോറി, അല്ല ഋഷികേശ്. ഹരിദ്വാറല്ല, ഋഷികേശ്. നിങ്ങൾ കണ്ടത് ഹരിദ്വാറിൽ അവരുടെ ഹരിഹർ കൈലാസിന്റെ ഒരു സെറ്റപ്പാണ് കണ്ടത്. അപ്പോൾ അവിടെ ആ ആശ്രമത്തിൽ നിന്ന് സന്യാസം സ്വീകരിച്ച് നിങ്ങളുടെ ഇപ്പം നിങ്ങളിരിക്കുന്ന ഈ സങ്കേതത്തിലെത്തി ഇവിടെ ഒരു ആശ്രമ സങ്കേതം വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുകയും അതിന് പ്രവർത്തിക്കുകയും അതേസമയം കൂടുതൽ സമയവും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോഴും
ഉത്തരഖണ്ഡത്തിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്വാമിജിയുടെ സങ്കേതത്തിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നാളെ ശങ്കര ജയന്തിയാണ്. ശങ്കരനെ സ്മരിക്കുവാൻ പാരമ്പര്യമുള്ള ഒരു ആശ്രമത്തിൽ അല്പനേരം ഇരിക്കുന്നത്, ഒന്നും അവിടുന്ന് പഠിച്ചില്ലെങ്കിൽ പോലും അവിടുന്ന് പ്രസാദം കഴിക്കുന്നതോ ഒക്കെ നല്ലതായിരിക്കുമെന്നാണ് എന്നെപ്പോലുള്ളവരുടെ വിശ്വാസം. നിങ്ങൾക്കത് പഥ്യമാണെങ്കിൽ, വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ഞാനിന്ന് പോവില്ല. നിവൃത്തിയിടുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം പോകുന്നത്. കാരണം സ്വാമിജിയോട് നാളെ ഇവിടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെയുള്ള ഒരു ആവശ്യത്തോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഓടിപ്പോകേണ്ടി വരുന്നത്. ശങ്കരനെയും ശങ്കരൻ്റെ കൃതികളെയും ഒക്കെ സ്മരിക്കുന്നതൊക്കെ പുണ്യമാകാനേ തരമുള്ളൂ. കാരണം എതിർത്തും വിമർശിച്ചും ഒട്ടേറെ പേർ കടന്നു പോയിട്ടും വിമർശിച്ചവർ പലരും വിസ്മൃതിയിലാണ്ടുപോയിട്ടും. മനസ്സിലായില്ല? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ശാങ്കര ദർശനത്തിന്റെ ആവിർഭാവം മുതൽ ഇന്നുവരെ ഭാരതത്തിനകത്തും പുറത്തും ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. വിമർശകർ വിസ്മൃതിയിൽ ആണ്ടുപോയിട്ടും വിസ്മരണത്തിലേക്ക് പോകാത്തൊരാചാര്യനാണ് ശങ്കരൻ. ശാങ്കര ദർശനത്തിന്റെ മഹിമ ചില കാലങ്ങളിൽ ചിലർ വന്നാണ് കൂടുതൽ പ്രചരിപ്പിക്കുക. അടുത്ത കാലത്ത് ശാങ്കര ദർശനത്തിന്റെ ഏറ്റവും വലിയ മഹിമാതിരേഖത്തെ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ശ്രീനാരായണ ഗുരുദേവനാണ്. ഈ പേര് നിങ്ങൾ അറിയുമെന്ന് തോന്നുന്നു. ശങ്കരന്റെ മതമാണ് നമ്മുടെയും മതമെന്ന് അസന്ദിഗ്ധമായി പറയുകയും ശാങ്കര ദർശനത്തെ മാത്രം അധികരിച്ചുകൊണ്ട്, അദ്വൈതത്തെ മാത്രം അധികരിച്ചുകൊണ്ട്, അതിനേക്കാൾ ഉപരി SNDP എന്ന മഹാപ്രസ്ഥാനമുണ്ടാക്കി ഒരിക്കൽ അതിനോട് വിട പറഞ്ഞ് മിനിറ്റിൽ അതുമായി നമുക്ക് മാനസികമായും വാചികമായും കായികമായുള്ള ബന്ധം ഇവിടെ അവസാനിപ്പിക്കുന്നുവെന്ന് എഴുതി വെച്ച് പുറത്തു വന്ന് ശാരദാമഠം സ്ഥാപിച്ച് ശങ്കരന്റെ തന്നെ ആരാധനാമൂർത്തിയായ ശാരദയെ പ്രതിഷ്ഠിച്ച് ആ ശാരദാമഠവും അതിനടുത്ത് ചെമ്പഴന്തി ആശ്രമവും തുടർന്ന് ശിവഗിരി മഠവും എല്ലാം സ്ഥാപിച്ച് അതിൻ്റെ ആരായിരിക്കണം അതിൻ്റെ പരമ്പര എന്ന് തീരുമാനിക്കുമ്പോൾ ശാങ്കര സമ്പ്രദായത്തിലെ അദ്വൈതിയായ ഏത് സന്യാസിക്കും അതിൽ മെമ്പറാകാം, പ്രവർത്തിക്കാം. അധികാരം പുലർത്താമെന്ന് എഴുതി വെച്ച ഒരാചാര്യനും നമുക്ക് സമീപകാലത്തുണ്ട്. ഒരു പക്ഷേ ശങ്കരനെ സമീപകാലത്ത് ഏറ്റവും അധികം ആ ദർശനത്തെയും അദ്ദേഹത്തെയും ജാജ്വല്യമാനമാക്കിയത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എങ്കിലും ശ്രീനാരായണനാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഭാരതത്തിന്റെ പാരമ്പര്യ സംവിത്തുകളായ ആചാര്യന്മാരിൽ ആരെയെങ്കിലും സ്മരിക്കാൻ പറ്റിയാൽ തന്നെ അത് പുണ്യമാണ്. അതിലെന്തുകൊണ്ടും പ്രാതസ്മരണീയനാണ് ശങ്കരൻ. ആ ശങ്കരന്റെ ധിഷണ ഉപനിഷത്തിന് വ്യാഖ്യാനം ചമയ്ക്കുമ്പോൾ സദ് ധാതുവിനോടുകൂടി, സദ് ധാതുവിന് ഗതി, വിശരണം, അവസാദനമെന്ന് മൂന്നർത്ഥമാണ്. മൂന്നർത്ഥത്തിലും ശങ്കരൻ കഠാദികളുടെ സംബന്ധ ഭാഷ്യങ്ങളിൽ കൃത്യമായി വർണ്ണിച്ചിട്ടുമുണ്ട്. ഞാനതെല്ലാം ഓർക്കാൻ കാരണം ഇതിലാ യസ്മാത് പരം എന്ന ശ്വേതാശ്വതരത്തിലെ ഉപനിഷത്ത് മന്ത്രത്തിന്റെ ഒരു വരി മുഴുവനില്ല, ഭാഗം യസ്മാത് പരമിതി. ആ വേദവാക്യം കൊണ്ട് പുരുഷന്റെ ലക്ഷണം നന്നായി വർണ്ണിച്ചിരിക്കുന്നു. അപ്പൊ വൈദികി അനുസരിച്ച് അവിടെ വളരെ വ്യക്തമായ പറയുന്ന ഏതൊരുവനേക്കാൾ മീതയായി യാതൊന്നുമില്ല, യാതൊരുവനേക്കാൾ ചെറുതോ വലുതോ ആയി ഒന്നുമില്ല.
യാതൊരുവൻ രണ്ടാമതൊന്നില്ലാത്തവനും വൃക്ഷം പോലെ ഇളക്കമില്ലാത്തവനും സ്തംഭനും സ്വർഗത്തിൽ ആനന്ദത്തിൽ സ്ഥിതി ചെയ്യുന്നവനും ആ പുരുഷനാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആ പുരുഷൻ മാത്രമേ ഉള്ളൂ. ഇത് ശ്വേതാശ്വതരത്തിന്റെ വഴികളാണ്. ശ്വേതാശ്വതരം കടുപ്പിച്ചാ പറയുന്നേ. ഇത് വിട്ട് ലൗകികങ്ങളായ വിഷയങ്ങളിലൂടെ സുഖമുണ്ടെന്ന് വെച്ച് പോയാൽ പുറത്തുനിന്ന് സുഖം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ ഒരിക്കലും കിട്ടില്ല എന്ന് ശ്വേതാശ്വതരം ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്നാണ് നിനക്ക് ബാഹ്യലോകത്ത് നിന്ന് സുഖം ലഭിക്കുക? യഥാ ചർമ്മവദാകാശം വേഷ്ടയിഷ്യന്തി മാനവാ തദാദേവം അവിജ്ഞായ ദുഃഖസ്യാന്തോ ഭവിഷ്യതി എന്ന് നിനക്ക് തോൽപ്പായ പോലെ ഈ വിശ്വവിശാലമായ ആകാശത്തെ ചുരുട്ടി കക്ഷത്തിൽ വയ്ക്കാൻ കഴിയും. അന്ന് മാത്രമേ പുറത്തേക്ക് നോക്കി സുഖം കിട്ടൂ. ഇത് പറയുമ്പോൾ മറ്റൊരു കഥയും ഓർമ്മ വന്നു. അറിയാതെ ഈ ഉപനിഷത്തുകളെ കുറിച്ച് ആധുനികനായ രംഗനാഥാനന്ദ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോന്നറിയില്ല. എറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി. അതിലൊന്ന് ഉപനിഷത്തുകളെ കുറിച്ചുള്ള പഠനങ്ങളാണ്. ആ ഉപനിഷത്ത് പഠനങ്ങൾ പ്രകാശനം ചെയ്തത് മിസസ് ഗാന്ധിയാണ്. തോറ്റുകഴിഞ്ഞൊരു കാലാവസ്ഥയിലാണ്. അതുകൊണ്ട് എൻ്റെ സമ്മേളനത്തിൽ ലൈറ്റൊന്നും ഇടാതെയാണ് ആദ്യം ഇരുന്നത്. മിസസ് ഗാന്ധി വന്ന് ഉദ്ഘാടന സമയത്ത് മാത്രമാണ് ലൈറ്റ് ഉണ്ടായത്. അങ്ങനെ വളരെ കൃത്യമായി ആ മീറ്റിംഗ് ഡൽഹിയിൽ നടന്നു. സമ്മേളനത്തിൽ വെച്ച് മിസസ് ഗാന്ധിക്ക് പുസ്തകം കൈമാറുമ്പോൾ മിസസ് ഗാന്ധിയുടെ കുടുംബ ഗുരു എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നു. കാരണം ഇന്ത്യയുടെ സ്പിരിച്വൽ അംബാസിഡർ ആയിരുന്നു സ്വാമി രംഗനാഥാനന്ദ. ഇത് നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ നിർദ്ദേശവും നെഹ്റുവിന്റെ പ്രത്യേക പരിഗണനയും കൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇന്ത്യയുടെ സ്പിരിച്വൽ അംബാസിഡർ എന്ന നിലയിൽ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള മഹാനുഭാവനാണ് സ്വാമി രംഗനാഥാനന്ദ. ശ്രീരാമകൃഷ്ണ മിഷൻ. ഇവിടുന്ന് വലിയ ദൂരെയെല്ലാം തോന്നുന്നു. തൃക്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജനനം കൊണ്ട് പവിത്രമായി. അദ്ദേഹമാണ് ആ പുസ്തകം രചിച്ചത്. കൊടുക്കുമ്പോൾ അദ്ദേഹം മിസസ് ഗാന്ധിയോട് ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞു. മിസസ് ഗാന്ധി പറഞ്ഞത്, ഇപ്പം പെട്ടെന്ന് സമയമില്ലെങ്കിലും സ്വാമിജി ഞാൻ വായിക്കും. കാരണം എനിക്ക് അടുത്ത് തന്നെ ജനീവയിലൊരു സമ്മേളനമുണ്ട്. ലോക ഇക്കോളജിസ്റ്റുകളുടെ സമ്മേളനമാണ്. ആ സമ്മേളനത്തിന് പോകുമ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് ഞാൻ ഇതൊന്ന് മറിച്ച് നോക്കും, ഉറപ്പാണെന്ന് പറഞ്ഞു. പുസ്തകം കയ്യിലെടുത്തു. പോകുമ്പോൾ കയ്യിൽ കൊണ്ടുപോയി ഫ്ലൈറ്റിൽ വെച്ച് അവർ സ്വാമിജിയോട് പറഞ്ഞ വാക്കനുസരിച്ച് മറിച്ചു നോക്കും. അവരെ ഏറ്റവും ആകർഷിച്ച ശ്ലോകമായിരുന്നു യഥാ ചർമ്മവദാകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ തദാദേവം അവിജ്ഞായ ദുഃഖസ്യാന്തോ ഭവിഷ്യതി. അവരത് നോട്ട് ചെയ്തെടുക്കുകയും ചെയ്തു. സമ്മേളനത്തിൽ ചെന്നപ്പോൾ ഇക്കോളജി തകരുന്നതിനെക്കുറിച്ചുള്ള വിലാപങ്ങളൊക്കെ ഓരോരുത്തരും പ്രസംഗിച്ച് തകർത്തു. അവരൊക്കെ പലതരം നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചു. മിസസ് ഗാന്ധി ഏറ്റ് ആ സെഷനിൽ സംസാരിക്കുമ്പോൾ ആദ്യം ചൊല്ലിയത് ഈ ശ്ലോകമാണ്. ഒരു പഴയ ഋഷി ഇങ്ങനൊരു ശ്ലോകം ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചൊല്ലിയിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു ഇംഗ്ലീഷ്. സ്വാമിജിയെ പിന്നെ കണ്ടപ്പോൾ അവർ പറഞ്ഞ വാചകം അരമണിക്കൂർ നീണ്ടുനിന്ന ഹസ്തതാടനമായിരുന്നു. ആധുനികരിൽ ഒരാൾക്ക് പോലും ഒരിക്കലും കണ്ടെത്താൻ പറ്റാത്തൊരാശയം ഇന്ത്യയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കിടപ്പുണ്ട് എന്ന് അറിഞ്ഞ് അവർ പലരും എന്നോട് അതേക്കുറിച്ച് ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്തു. സ്വാമിജി, എനിക്ക് അങ്ങയെപ്പോലെ ഈ വിഷയത്തിൽ അറിവില്ലാത്തതുകൊണ്ട്
ഞാൻ അങ്ങയുടെ പേരും പുസ്തകങ്ങളുടെ പേരുമല്ലാതെ പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ കുഴങ്ങിയെന്ന് പറയുകയുണ്ടായി. ഇത്തരം ഉപനിഷത്ത് സത്യങ്ങൾ ആചാര്യന്മാർ പലരും എടുത്ത് അവരുടെ പ്രകരണ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച് ചേർത്ത് വർണ്ണിച്ചിട്ടുണ്ട്. ആ ശ്വേതാശ്വതരത്തിലെ ശ്ലോകാംശമാണ്. അതായത് പുരുഷനെ ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്, പുരുഷന്റെ ലക്ഷണം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹേ മൂഢ, ദേഹം എങ്ങനെയാണ് പുരുഷനാകുക? ദേഹം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതല്ല, ദേഹം എല്ലാറ്റിലും മീതയല്ല, ദേഹം എല്ലാറ്റിലും ചെറുതോ വലുതോ അല്ല, ദേഹം രണ്ടാമതൊന്നില്ലാത്തതല്ല, ദേഹം വൃക്ഷം പോലെ ഇളക്കമില്ലാത്തതല്ല, ദേഹം ആനന്ദവുമല്ല. ഇതെല്ലാമാണെന്ന്, പുരുഷൻ ഇതെല്ലാമാണെന്ന് ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്നു. ക്ലിയറായി വീണ്ടും സർവം പുരുഷയേവേതി സൂക്തേ പുരുഷസപ്ഞിതേ. സർവം പുരുഷയേവേതി സൂക്തേ പുരുഷസപ്ഞിതേ. അപ്യുച്യതേ യദശ്രുത്യാം അപ്യുച്യതേ യദശ്രുത്യാം കഥം സ്യാദ് ദേഹഃ പുമാൻ. സർവം പുരുഷയേവേതി സൂക്തേ പുരുഷസപ്ഞിതേ. അപ്യുച്യതേ യദശ്രുത്യാം കഥം സ്യാദ് ദേഹഃ പുമാൻ. പുരുഷ ഏവേദകം സർവം യദ്ഭൂതം യച്ച ഭവ്യം. പുരുഷനാണ് എല്ലാം. ഏതെല്ലാം ഭാവിയായുണ്ടോ, ഏതെല്ലാം ഭൂതമായുണ്ടോ, എല്ലാം പുരുഷമാണ്. ഇതെല്ലാം പുരുഷൻ തന്നെ. ഇത് പുരുഷ സൂക്തത്തിൽ പറയുന്നതാണ്. പുരുഷ ഏവേദകം സർവം യദ്ഭൂതം യച്ച ഭവ്യം. കഴിഞ്ഞതും ഉണ്ടാകാനിരിക്കുന്നതുമായി എന്തെല്ലാമുണ്ടോ അതെല്ലാം പുരുഷൻ. ഋഗ്വേദം പുരുഷ സൂക്തം. അവിടെയും ഇത് തന്നെയാണ് പറയുന്നത്. ശരീരത്തിന് ഈ ഗുണങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ശരീരം പുരുഷനല്ല. അസംഗ പുരുഷ പ്രോക്തോ ബൃഹദാരണ്യകേപിചാം അനന്തമല സംശ്ലിഷ്ട കഥം സ്യാദ് ദേഹഃ പുമാൻ. അസംഗ പുരുഷ പ്രോക്തോ ബൃഹദാരണ്യകേപിചാം അനന്തമല സംശ്ലിഷ്ട സ്യാദ്ദേഹഃ കഥം സ്യാദ്ദേഹഃ പുമാൻ. അസംഗോ ഹ്യയം പുരുഷഃ. ഈ പുരുഷൻ ഒന്നിനോടും ബന്ധമില്ലാത്തവനാണ്, അസംഗനാണ്. ബൃഹദാരണ്യകത്തിൽ പറയുന്നതാണ്. അസംഗനാണ്, ഒന്നിലും പറ്റില്ലാത്തവനാണ് പുരുഷൻ. അവസാനമായി തീരാത്ത, അന്തമില്ലാത്ത, മലത്തോടുകൂടിയ ഈ ശരീരം പറ്റില്ലാത്തതാണെന്ന് എങ്ങനെയാണ് പറയുക? അതുകൊണ്ട് ശരീരം പുരുഷനല്ല. തത്രൈവ ച സമഖ്യാതഃ സ്വയം ജ്യോതിർഹി പൂരുഷഃ ജഡം പരപ്രകാശ്യോയം കഥം സ്യാദ്ദേഹഃ പുമാൻ. തത്രൈവ ച സമഖ്യാതഃ സ്വയം ജ്യോതിർഹി പൂരുഷഃ ജഡം പരപ്രകാശ്യോയം കഥം സ്യാദ്ദേഹഃ പുമാൻ. ഹൃദ്യന്തർജ്യോതിഹി പുരുഷഃ. ഹൃദയത്തിനുള്ളിലെ ജ്യോതിസാണ് പുരുഷൻ. അന്തർജ്യോതി.
ബൃഹദാരണ്യകത്തിൽ വീണ്ടും പറയുന്നതാണ്. ഹൃദയം ഹൃദയം, അതിലെ അന്തർജ്യോതിയാണ് പുരുഷൻ. അപ്പൊ സ്വയം ജ്യോതിസാണ് പുരുഷനെന്ന് ബൃഹദാരണ്യകം വീണ്ടും തെളിച്ചു പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വസ്തുവിനാൽ പ്രകാശിക്കപ്പെടേണ്ടതും ജഡവുമായ ദേഹം എങ്ങനെ പുരുഷനാകും? ഹൃദയത്തിലെ ജ്യോതിസ് എങ്ങനെയാണ് ദേഹമാകുന്നത്? ഇതെല്ലാം ശ്രുതി ചൂണ്ടിക്കാണിച്ച് ശങ്കരൻ പുരുഷൻ ദേഹഭിന്നനാണ്, ദേഹാത്മവാദത്തെ ഖണ്ഡിക്കാൻ പാകത്തിന് പറയുകയാണ്. പ്രോക്തോപി കർമ്മകണ്ഡേന ഹ്യാത്മാ ദേഹാദ്വിലക്ഷണഃ നിത്യശ്ച തത്ഫലം ഭുങ്ക്തേ ദേഹപാദാദനന്തരം. പ്രോക്തോപി കർമ്മകണ്ഡേന ഹ്യാത്മാ ദേഹാദ്വിലക്ഷണഃ നിത്യശ്ച തത്ഫലം ഭുങ്ക്തേ ദേഹപാദാദനന്തരം. ആത്മാവ് ദേഹത്തിൽ നിന്ന് ഭിന്നനാണ്. ദേഹം നശിച്ച ശേഷവും നിത്യനായ ആത്മാവ് ദേഹത്തിൽ വെച്ച് ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നു എന്ന് കർമ്മകാണ്ഡവും പറയുന്നു. യാഗം മുതലായ ക്രിയകളെപ്പറ്റി പറയുന്ന കർമ്മകാണ്ഡം വ്യക്തമായി ദേഹം നശിച്ച ശേഷം നിലനിൽക്കുന്ന പുരുഷനെക്കുറിച്ചും ആ പുരുഷൻ അനുഭവിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ചും പറയുന്നു. ഇതെല്ലാം വെച്ച് ദേഹാത്മവാദത്തിൽ പറയുന്ന പുരുഷനല്ല പുരുഷൻ, ദേഹമല്ല പുരുഷൻ, ആത്മാവാണ്. ലിംഗം ചാനേക സംയുക്തം ചലം ദൃശ്യം വികാരിച്ച അവ്യാപകമസദ്രൂപം തത്കഥം സ്യാത് പുമാനയം. ലിംഗം ചാനേക സംയുക്തം ചലം ദൃശ്യം വികാരിച്ച അവ്യാപകമസദ്രൂപം തത്കഥം സ്യാത് പുമാനയം. ലിംഗശരീരവും അനേക പദാർത്ഥങ്ങൾ കൂടിച്ചേർന്നതാണ്. ഏതാണ് ലിംഗശരീരം? കാരണ ശരീരത്തെ, സൂക്ഷ്മ ശരീരത്തെ, സ്ഥൂല ശരീരത്തെ, 3 ശരീരത്തെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് അല്ലേ? അതില് ഏതൊരു ശരീരം വീഴുമ്പോഴാണോ ആ ശരീരം വീഴുമ്പോൾ ജീവൻ പൂവിൽ നിന്ന് ഗന്ധമെന്ന പോലെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്, ആ പ്രവേശിക്കുന്നതിനെയാണ് ലിംഗശരീരം എന്ന് പറയുന്നത്. അതിന് സൂക്ഷ്മ ശരീരമെന്നും പറയും. അതിനാണ് പുനർജനിയുള്ളത്, ആത്മാവിനല്ല. ആത്മാവ് അജമാണ്, നിത്യമാണ്, ശാശ്വതമാണ്. ജനിമരണങ്ങളില്ല. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിത വാ ന ഭൂയഃ. ആത്മാവിന് പുനർജന്മമുണ്ടെന്ന് ഭാരതീയ ചിന്തയിൽ ഒരിടത്തുപോലും പറയുന്നില്ല. ആത്മാവ് പുനർജനിക്കില്ല. കാരണം ജനിമരണങ്ങളില്ലാത്തതാണ് ആത്മാവ്. ഭഗവത്ഗീതയും സിദ്ധാന്തപക്ഷത്ത് പുനർജന്മത്തെ അംഗീകരിക്കുന്നില്ല. അപവാദപക്ഷത്ത് ലിംഗശരീരത്തിന്റെ പുനർജന്മമാണ് അംഗീകരിക്കുന്നത്. ഇത് തിരിച്ചറിയാതെ ഹിന്ദുക്കൾ ആത്മാവിന്റെ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. പുനർജന്മത്തിൽ അല്പം പോലും വിശ്വസിക്കുന്നവരല്ല ഹിന്ദുക്കൾ. കാരണം മോക്ഷം, ജ്ഞാനം കൈവന്നു കഴിഞ്ഞാൽ ജനനമോ മരണമോ ഇല്ല. അതിപ്പോൾ ഇവിടെ വെച്ച് കിട്ടുന്നതാണ്. കാത്തുകെട്ടി കിടക്കണ്ട. പ്രാരബ്ധങ്ങൾ പോലും അതിന് തടസ്സാവില്ല. ഇപ്പം ഇവിടെ
കിട്ടണമെങ്കിൽ കിട്ടുന്ന സാധനമാണ്. നാളെയല്ല. ഇതുവരെയുള്ള ഒരു കർമ്മവും ഒരു പണിയും ഇതിന് ബാത്തുപോകില്ല. പക്ഷെ അതിനുള്ള തയ്യാറെടുപ്പ് അത്രയും വേഗത്തിലായിരിക്കും. അതിന് തയ്യാറാണോ? ഇപ്പോഴാണ് സാധനം, നാളെയല്ല. അവിടെ സകല ജന്മങ്ങളും തീർന്നു. നിങ്ങളുടെ ജന്മങ്ങൾ അത്രയും അസ്തമിച്ചു എന്ന് ശ്രവണം ചെയ്താൽ അത് സ്വീകരിക്കാൻ ബോധം തയ്യാറായോ? ആ സ്വീകരണത്തിൽ വെച്ച് തന്നെ സകല പാപപുണ്യങ്ങളും തീർന്നു, കണക്കേ വിട്ടു. അത്ര കൃത്യമായി സാധനം. ചിലവൊന്നുമില്ല ഇതിന്. ഒരു പൈസയുടെ ചെലവില്ല. സാധനാചതുഷ്ടയ സമ്പന്നനായിരിക്കണം. കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കുന്ന വിധം പക്വമായിരിക്കണം. 1 രൂപ ചെലവാക്കുന്ന ഇതിന് മറ്റു വല്ലതിനുമൊക്കെ ചെലവാക്കുന്നത് രസം. ഇതിനു വേണ്ടി 1 രൂപ ചെലവാക്കണ്ട. അത്ര എളുപ്പമായി. ഗുരുക്കന്മാരോടുള്ള ബഹുമാനമോ ഭക്തിയോ ദക്ഷിണയോ അതൊന്നും ഇതിനുള്ളതല്ല. അതൊക്കെ വേറെ. ഇത് കിട്ടാൻ ഒരു പണിയില്ല. അതിനുള്ള പര്യാപ്തമായ അവസ്ഥയിലേക്ക് ഉയരുക മാത്രമേ ഉള്ളൂ. ഉറപ്പാണ്. ഇതിനുള്ളതാണ് രാജയോഗം വർണ്ണിച്ചതും. സമയമായാൽ അതിലേക്ക് എത്തുന്നതിനായി ഇത് പറഞ്ഞത്. അതുകൊണ്ട് ലിംഗശരീരം, സൂക്ഷ്മ ശരീരം, അതും സംഘാതമാണ്. ഇങ്ങോട്ട് കേൾക്കാം. അതും സംഘാതമാണ്. സംഘാതം എന്ന് പറഞ്ഞാൽ ചേർച്ച. ഏതിൻ്റെയൊക്കെ? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഈ 4 അന്ധക്കരണം, ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മാംശം, സൂക്ഷ്മേന്ദ്രിയങ്ങൾ, ഇതിൻ്റെയെല്ലാം ചേർച്ചയാണ് പഞ്ചപ്രാണങ്ങൾ. 10 ഇന്ദ്രിയങ്ങളുടെ ശക്തി, 5 പ്രാണങ്ങൾ. വന്നു ഓടണ്ട. കറണ്ട് പോയതാണ്, ഓടിയിട്ടും കാര്യമില്ല. ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാൽ ഉണ്ടോ? അതിന്റെ ശബ്ദം വേണ്ട. അതിനേക്കാൾ ശബ്ദം എനിക്കുണ്ട്. അപ്പോ ദശവിധ ഇന്ദ്രിയ ശക്തികൾ, പിന്നെ 5 പ്രാണങ്ങൾ. അപ്പൊ എത്രയായി? 15 അല്ലേ? 4 അന്ധക്കരണം. എത്രയായി? 19. ഈ 19 മുഖങ്ങളോടുകൂടിയ ശരീരമാണ് ലിംഗശരീരം. അതാണ് തൃണജളൂക ന്യായത്തിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നത്. അതും വികാരത്തോടു കൂടിയതാണ്. അതും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതല്ല. സൂക്ഷ്മ ശരീരമാണെങ്കിലും അത് ഉണ്മയില്ലാത്തതുമാണ്. അതും ലക്ഷണപ്രകാരം ആത്മാവില്ല. സ്ഥൂല ശരീരമോ സൂക്ഷ്മ ശരീരമോ കാരണശരീരമോ ആത്മാവല്ല. ഏവം ദേഹദ്വയാദന്യ ആത്മാ പുരുഷ ഈശ്വരഃ
സർവാത്മാ സർവരൂപശ്ച സർവാതീതോഹമവ്യയം ഏവം ദേഹദ്വയാദന്യ ആത്മാ പുരുഷ ഈശ്വരഃ സർവാത്മാ സർവരൂപശ്ച സർവാതീതോഹമവ്യയം. ആത്മാവ് സ്ഥൂലം സൂക്ഷ്മം എന്ന് രണ്ട് ശരീരങ്ങളിൽ നിന്നും വേറിട്ടുള്ളവനും പുരുഷനും ഈശ്വരനും എല്ലാറ്റിന്റെയും ആത്മാവും എല്ലാ രൂപവും എടുത്തിരിക്കുന്നവനും എന്നാൽ എല്ലാറ്റിനും മീതയായിരിക്കുന്നവനും നാശമില്ലാത്തവനും ഞാനെന്ന വ്യവഹാരത്തിന് അടിസ്ഥാനമായവനും ആണ്. അതുകൊണ്ട് ആത്മാവ് ശരീരഭിന്നനാണ് എന്ന് സ്ഥാപിച്ചു. ഇനി ദ്വൈതം, ദേഹനിരാസം, സർവം ബ്രഹ്മമാണെന്നുള്ള അനുഭൂതി, പ്രപഞ്ച മിഥ്യാത്വം കാണിക്കുന്നതിനുള്ള ദൃഷ്ടാന്തങ്ങൾ, കാര്യവും കാരണവും തമ്മിലുള്ള അഭേദം, ദേഹാത്മഭ്രമ ദൃഷ്ടജനകങ്ങളായ കാര്യങ്ങൾ, ഭ്രമഹേതുവാകുന്നത് അജ്ഞാനം എങ്ങനെ എന്നുള്ളത്, അതുപോലെ തന്നെ പ്രാരബ്ധത്തിന്റെ നിരാകരണം. എവിടെ നിന്നാണ് പ്രാരബ്ധം, എങ്ങനെയാണ് പ്രാരബ്ധ നിരാകരണം തുടങ്ങിയ ഭാഗങ്ങളൊക്കെ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് 15 പടവും 15 പടവും ആദ്യം എടുത്തിട്ടുണ്ട്. ഇത്രയും കൂടെ ചേർന്നാണ് ഈ ഗ്രന്ഥം. ദ്വൈതമിഥ്യാത്വം മുതലുള്ള കാര്യങ്ങൾ ഞാൻ സ്വാമിജിയോട് പറയാം. ഒന്ന് ഓടിച്ച് സ്വാമിജി പറഞ്ഞുതരും. പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ നമുക്ക് ഇതുപോലെ ഇവിടെ വെച്ച് ഏതെങ്കിലും ഒരു സമയത്ത് സൗകര്യമുണ്ടെങ്കിൽ അന്നേരം ഇതിന്റെ തുടർച്ച എന്ന നിലയിൽ എടുത്തു തരുവാനും കഴിഞ്ഞേക്കാം. ഒരു കാര്യം തീർച്ചയാണ്, നിങ്ങൾ പഠിക്കാനിറങ്ങിയാൽ പഠിപ്പിച്ചിട്ട് പോകുന്നവൻ ആരായിരുന്നാലും അവന് ശേഷം വരുന്നവൻ കാതുകുത്തിയവനാണ് വരുന്നതെങ്കിൽ കടുക്കനിട്ടവൻ വന്നിരിക്കും. അത് ഈ സംസ്കൃതിയുടെ പ്രത്യേകതയാണ്. ഒരു സംശയവുമുണ്ട്. എന്നെക്കാൾ ബഹുമാന്യരെ എനിക്ക് ശേഷം വരൂ. എന്റെ പരമ്പരയുടെ പ്രത്യേകതയാണ്. പരമ്പരാർജിതമായ വിജ്ഞാനം ഒരിക്കലും തകർന്നു പോവില്ല. അത് പഠിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. സമയം 4:35. ഏതാ? 4 എങ്കിൽ 4:30, 4:35 എങ്കിൽ 35, 4:30 ആയല്ലോ മതി, കുഴപ്പമില്ല. നല്ല കയ്യിലെ വാച്ച് പലതല്ലേ, പല വില കൊടുത്ത് വാങ്ങിച്ചതല്ലേ. കാശ് കൂടുതൽ കൊടുത്തവരൽപ്പം സ്പീഡിലും കാശ് കുറച്ച് കൊടുത്തവരൽപ്പം കുറഞ്ഞുമൊക്കെ ഓടിയേക്കും ഇല്ലേ? അങ്ങനല്ലേ? ഇതൊരു ഓട്ടപ്പന്തയമല്ലേ? അതിൽ 2-3 മിനിറ്റ് വലിയ സാരമില്ല. അത് നമുക്ക് ക്ഷമിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഏതാണ്ട് കുറേ കാര്യങ്ങൾ എടുത്തു, ഒരു നല്ല സ്ഥാനത്ത് നിർത്തി. ഇനി തർക്കശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നതാണ് ദ്വൈതമിഥ്യാത്വം. ദ്വൈതമില്ല, അദ്വൈതമാണ് പരമാർത്ഥം. അത് തർക്കശാസ്ത്രം കൊണ്ട്, യുക്തി കൊണ്ടാണ് സ്ഥാപിക്കുക. അത് സ്വാമിജി എടുത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാളെ ക്ലാസ് ഉണ്ടാവും. ക്ലാസ് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ആശ്രമത്തിൽ പങ്കെടുത്ത് ശങ്കരജയന്തിയെ മനോഹരമാക്കി കടന്നു പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ, ഈ 1.5 ദിവസം, 2 ദിവസം നിങ്ങളോട് സംസാരിച്ചതിൽ ചില സമയത്തെങ്കിലും ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾ കാരണം വിഷയത്തിൽ നിന്ന് അല്പമൊക്കെ
വിട്ട് എന്നാൽ പരമാവധി വിഷയത്തോട് ചേർത്ത് നിർത്താവോ എന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ആ തെറ്റുകൾ എൻ്റെയാണ്. ചില ശൈലീഭംഗങ്ങളോ പിഴവുകളോ വന്നെങ്കിൽ അവയും എൻ്റെ തന്നെയാണ്. പല ആചാര്യന്മാരുടെ പാദാന്തികത്തിലിരുന്ന് പഠിക്കാനിടയായിട്ടുണ്ട്. ഒരു ഗ്രന്ഥം തന്നെ പലരിൽ നിന്ന് പഠിക്കാനിടയായിട്ടുണ്ട്. കാരണം പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും അന്നും ഇന്നും കളയാറില്ലാത്തതുകൊണ്ടും അതിന് പറ്റിയിട്ടുണ്ട്. കഴിവുകൊണ്ടല്ല, മഹദനുഗ്രഹം കൊണ്ടായിരിക്കുമെന്ന് കരുതുന്നു. നല്ലത് വല്ലതും എൻ്റെ പദാവലികളിൽ നിന്ന് നിങ്ങൾ കേട്ടെങ്കിൽ, പ്രയോജനമുള്ളത് കേട്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പരമ്പരയ്ക്കും പ്രയോജനം വരാവുന്നത് കേട്ടെങ്കിൽ അതെൻ്റെ കണ്ടെത്തലല്ല. ആദ്യ ഗുരുക്കന്മാരായ എൻ്റെ അച്ഛനമ്മമാർ മുതൽ തുടർന്ന് പഠിപ്പിച്ച ഗുരു പരമ്പരയുടെ സമ്പാദ്യമാണ്. എന്തെങ്കിലും ബഹുമാനം നിങ്ങൾക്കതുകൊണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് വേണ്ട, എൻ്റെ എല്ലാം അറിയുന്നതുകൊണ്ട് അവരോട് മതി. ആ ബഹുമാനങ്ങൾ അവരുടെ പാദാന്തികത്തിലായിരിക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരി ഓം.